നമസ്കാരം. 24 വാർത്താ പ്രഭാതത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് ജൂൺ 6 വെള്ളിയാഴ്ച, ഇടവം 23-ാം തീയതി. വളരെ പ്രധാനപ്പെട്ട വാർത്തകൾ പ്രതീക്ഷിക്കുന്ന ദിനമാണിന്ന്. സർക്കാരും ഗവർണറും തമ്മിൽ വീണ്ടും പോര് രൂക്ഷമാകുന്ന സാഹചര്യമുണ്ട്. ആലപ്പുഴ കായംകുളത്ത് ദേശീയപാത നിർമ്മാണം നടക്കുന്ന സ്ഥലത്ത് അപകടക്കെണിയുണ്ട്. KPSC ജംഗ്ഷനിൽ ഓടയിൽ വീണ് ബൈക്ക് യാത്രക്കാരനായ ആരോമൽ മരിച്ചു എന്ന വിവരം പുറത്തുവരുന്നുണ്ട്. ജമ്മുകശ്മീരിലേക്ക് ഇന്ന് പ്രധാനമന്ത്രി എത്താൻ പോകുന്നു. ചെനാബ് പാലം ഉദ്ഘാടനം ചെയ്യാൻ പോകുന്നു. അങ്ങനെ വളരെ പ്രധാനപ്പെട്ട ഒരുപാട് വാർത്തകൾ കാത്തിരിക്കുന്ന ദിവസമാണ്. വിശദമായ വാർത്തകളിലേക്ക് കടക്കുകയാണ്. രാജ്ഭവനിലെ പരിസ്ഥിതി ദിനാഘോഷ പരിപാടിയുമായി ബന്ധപ്പെട്ട് തുടങ്ങിയ സർക്കാർ ഗവർണർ ഭിന്നത തുടർന്നേക്കും. രാജ്ഭവനിൽ നടക്കുന്ന എല്ലാ പരിപാടികളിലും കാവിക്കൊടി ഏന്തി നിൽക്കുന്ന ഭാരതാംബയുടെ ചിത്രം വയ്ക്കുന്നത് തുടരാനാണ് സാധ്യത. സർക്കാർ ഇത്തരം പരിപാടികൾ ബഹിഷ്കരിക്കുന്നതും തുടരേണ്ടി വരും. സലീം മാലിക് വിവരങ്ങളുമായി ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. സലീം, ഇതിൽ സർക്കാർ നിലപാട് വ്യക്തമാക്കി കഴിഞ്ഞിട്ടുള്ളതാണ്. ഈ തുടർന്നുള്ള പരിപാടികളിലും ഇത്തരത്തിൽ ഈ ചിത്രം തന്നെ ഉപയോഗിക്കും എന്ന നിലപാട് രാജ്ഭവൻ കൂടി ആവർത്തിക്കുന്ന സാഹചര്യത്തിൽ സർക്കാരിന്റെ തുടർന്നുള്ള സമീപനം, ഒരിടവേളയ്ക്ക് ശേഷം ഗവർണറും സർക്കാരും തമ്മിലുള്ള പോര് വീണ്ടും മുറുകുന്ന സാഹചര്യമാണോ സലീം? റിജിത്ത്, സ്മിത, ഗുഡ് മോർണിംഗ്. സംസ്ഥാനത്ത് പുതിയ ഗവർണർ വന്നതിന് പിന്നാലെ രാജ്ഭവനും സർക്കാരും തമ്മിൽ രമ്യതയിലായിരുന്നു കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരുന്നത്. പക്ഷേ ഇടയ്ക്ക് വെച്ച് RSS സൈദ്ധാന്തികൻ രാജ്ഭവനിലെത്തി പ്രസംഗിച്ചത് മുതൽ തന്നെ ആ ഭിന്നത ആരംഭിച്ചു കഴിഞ്ഞിരുന്നു. പിന്നാലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ അതിനെ വിമർശിച്ച് രംഗത്തെത്തുകയും ഒക്കെ ചെയ്യുന്നത് കണ്ടതാണ്. അതിന് ഏറ്റവും ഒടുവിലാണ് ആ ഭിന്നത രൂക്ഷമാകുന്ന സാഹചര്യത്തിലേക്ക് ഇന്നലത്തോടെ കാര്യങ്ങൾ പോകുന്നത്. അതായത് RSSന്റെ പതാക ഏന്തിയ ഭാരതാംബയെ ഉപയോഗിച്ചു, രാജ്ഭവനിൽ ഉപയോഗിച്ചു, ഔദ്യോഗിക പരിപാടികൾക്കായി ഉപയോഗിച്ചു എന്നുള്ളതാണ് സംസ്ഥാന സർക്കാരിൻ്റെ ആരോപണം. അതുകൊണ്ട് തന്നെ ആ നിലയിൽ ആ ചിത്രം ഉപയോഗിക്കുന്ന എല്ലാ പരിപാടികളും ബഹിഷ്കരിക്കുക എന്നുള്ള തീരുമാനത്തിലേക്ക് തന്നെയാണ് നിലവിലുള്ളത്. ഈ ചിത്രം ഇതിനു മുൻപ് രാജ്ഭവനിൽ ഉണ്ടായിരുന്നില്ല. നേരത്തെ തന്നെ ഈ പ്രഭാഷണവുമായി ബന്ധപ്പെട്ട RSS സൈദ്ധാന്തികൻ എത്തി ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ട പ്രഭാഷണം നടത്തിയതിനു ശേഷമാണ് ഈ ചിത്രം രാജ്ഭവനിൽ എത്തുകയും രാജ്ഭവനിൽ പരിപാടികൾക്ക് ഈ ചിത്രം ഉപയോഗിച്ച് തുടങ്ങുകയും ചെയ്തത്. ഇത്തരം ചിത്രങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ ഈ പരിപാടികളുമായി സഹകരിക്കാൻ ബുദ്ധിമുട്ടുണ്ട് എന്നുള്ളതാണ് സംസ്ഥാന സർക്കാർ അറിയിക്കുന്നത്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഏതെങ്കിലും നിലയിലുള്ള രാഷ്ട്രീയ പാർട്ടികൾ ഉപയോഗിക്കുന്നതോ രാഷ്ട്രീയ ചിഹ്നമുള്ളതോ ആയ ചിത്രങ്ങളല്ല രാജ്ഭവൻ ഉപയോഗിക്കേണ്ടത് എന്നുള്ളതാണ് സർക്കാരിൻ്റെ നിലപാട്. അതേസമയം ഈ വിഷയത്തിൽ ഈ തുടർന്നുള്ള പരിപാടികളിലും ഈ ചിത്രം ഉപയോഗിക്കുക എന്നുള്ളതാണ് രാജ്ഭവനും തീരുമാനിച്ചിരിക്കുന്നത്. കാരണം മന്ത്രി പങ്കെടുക്കാത്തത് രാജ്ഭവനിൽ പ്രത്യേകിച്ചും ഗവർണർക്ക് വലിയ എതിർപ്പിന് വഴിവെച്ചിട്ടുണ്ട്. ഗവർണർ പറയുന്നത് മന്ത്രിമാർ അങ്ങനെ വിട്ടുനിൽക്കേണ്ട ഒരു സാഹചര്യവും ഉണ്ടായിരുന്നില്ല, പിന്നെ എന്തുകൊണ്ട് വിട്ടുനിന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് മാത്രമാണ് സാധാരണഗതിയിൽ പരിസ്ഥിതി ദിനാഘോഷം രാജ്ഭവൻ സ്വന്തം നിലയിൽ സംഘടിപ്പിക്കാറില്ല. ഇന്നലെ ഈ പരിപാടി ബഹിഷ്കരിച്ചതിന് ശേഷം, പരിപാടി ബഹിഷ്കരിച്ച് ദർബാർ ഹാളിലേക്ക് സംസ്ഥാന കൃഷി വകുപ്പിൻ്റെ പരിപാടി മാറ്റിയതിന് ശേഷം ഗവർണർ അതേ വേദിയിൽ, അതായത് സംസ്ഥാന സർക്കാരിൻ്റെ കൃഷി വകുപ്പിൻ്റെ പരിപാടിക്കായി തയ്യാറാക്കിയ അതേ വേദിയിൽ ഇതേ ചിത്രം ഉപയോഗിച്ചുകൊണ്ട് രാജ്ഭവൻ്റേതായ നിലയിൽ പരിപാടി സംഘടിപ്പിച്ചിരുന്നു. അതോടുകൂടി ഗവർണർ സർക്കാർ തുറന്ന പോര് എന്ന നിലയിലേക്ക് കാര്യങ്ങൾ വരികയും ചെയ്യും. നമ്മൾ മുൻപ് ആരിഫ് മുഹമ്മദ് ഖാൻ കേരളത്തിൽ ഗവർണറായിരുന്ന സമയത്ത് വളരെ കാലം ഈ സർക്കാർ ഗവർണർ പോര് കണ്ടതാണ്. രാജ്ഭവനുമായി ബന്ധപ്പെട്ട വലിയ വിമർശനങ്ങൾ മാത്രമായിരുന്നു. പരിപാടികളിൽ പോലും സഹകരണമില്ലാത്ത നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയിരുന്നു. ഏറെക്കുറെ അതിന് സമാനമായ രീതിയിലേക്ക് സംസ്ഥാനത്തിൻ്റെ ഒരു അവസ്ഥ പോകുമോ എന്ന് ഇന്നലത്തെ വിഷയത്തോടു കൂടി തന്നെ തോന്നുന്നുമുണ്ട്. കാരണം ഒരേ സമയം തന്നെ ഭരണപക്ഷ MLA-മാരും മന്ത്രിമാരും ഒക്കെയും ഒപ്പം പ്രതിപക്ഷ നേതാക്കളും എല്ലാവരും ഗവർണറുടെ നടപടിയെ വിമർശിക്കുകയും ഗവർണറും രാജ്ഭവനും ആ ചെയ്ത നടപടിയിൽ ഉറച്ചു നിൽക്കുകയും അതിന്റെ പിന്തുണയുമായി BJP നേതാക്കൾ എത്തുകയും ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് സ്വാഭാവികമായും വരുന്ന ദിവസങ്ങളിലും ഈ തർക്കം തുടരാനുള്ള സാധ്യത മുന്നിൽ കാണുന്നുമുണ്ട്. റിജിത്ത്, സ്മിത. സലീം മാലിക്കാണ് ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്. IPL വിജയാഘോഷത്തിനിടെ ചിന്നസ്വാമി സ്റ്റേഡിയത്തിലുണ്ടായ ദുരന്തത്തിന്റെ ഉത്തരവാദിത്വം പോലീസിന്റെയും RCBയുടെയും ഇവന്റ് മാനേജ്മെന്റിന്റെയും തലയിൽ കെട്ടിവെച്ച് സർക്കാർ. ആഘോഷ പരിപാടികൾക്ക് അനുമതി നൽകാൻ കഴിയില്ല എന്ന് രേഖാമൂലം കമ്മീഷണർ RCB CEOയെ അറിയിച്ചില്ല. ആളുകൾ കൂടാൻ കാരണം RCBയുടെ പിഴവെന്നാരോപിച്ച് സർക്കാർ. മുഹമ്മദ് റഹീസ് ചേരുന്നുണ്ട് ബംഗളൂരുവിൽ നിന്ന് വിവരങ്ങളുമായി. റഹീസ്, ഇതിപ്പോൾ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ പല കോണുകളിൽ നിന്ന്, അത് സർക്കാരിനെ മാത്രമല്ല സംഘാടകരെയും ആ രീതിയിൽ വന്നപ്പോൾ ഇപ്പോൾ ഈ സംഘാടകർക്ക് മുകളിൽ അല്ലെങ്കിൽ പോലീസിന്റെ വീഴ്ചയാണ് എന്നുള്ള രീതിയിലാണോ ഇപ്പോൾ സർക്കാരിന്റെ ഒരു സമീപനം എത്തുന്നത്? അവർക്കെതിരെ നടപടി സ്വീകരിക്കുന്നതിലൂടെ അതാണോ സർക്കാർ പറയാൻ ശ്രമിക്കുന്നത്?
ഇത് തങ്ങൾക്കൊന്നും അറിയില്ല. എല്ലാത്തിനും പിന്നിൽ RCB മാനേജ്മെന്റും ഇവന്റ് മാനേജ്മെന്റ് ടീമും ഒപ്പം തന്നെ കർണാടക ക്രിക്കറ്റ് അസോസിയേഷനുമാണ്. ഇതാണ് നിലവിൽ സർക്കാരിന്റെ നിലപാട്. ആദ്യഘട്ടത്തിൽ പോലീസിനെ എല്ലാ തരത്തിലും ന്യായീകരിച്ചുകൊണ്ടാണ് ഉപമുഖ്യമന്ത്രി DK ശിവകുമാർ മാധ്യമങ്ങളെ കണ്ടത്. പോലീസിന് യാതൊരു പിഴവും ഉണ്ടായിട്ടില്ല എന്ന് പറയുന്നു. എന്നാൽ ഇന്നലെ രാത്രിയോടുകൂടി അപ്രതീക്ഷിതമായൊരു ട്വിസ്റ്റ് ഉണ്ടാവുകയാണ്. ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെയെല്ലാം കൂട്ട നടപടി ഉണ്ടാവുകയാണ്. കമ്മീഷണർ അടക്കമുള്ള 5 ഉന്നത ഉദ്യോഗസ്ഥർ, അത് ഈ സ്റ്റേഡിയത്തിൻ്റെ അല്ലെങ്കിൽ ഈ സ്റ്റേഡിയം പരിസരത്തുണ്ടായിരുന്ന ക്രമസമാധാനത്തിൻ്റെ ചുമതല ഉണ്ടായിരുന്ന ഉദ്യോഗസ്ഥരെ എല്ലാം 5 പേരെ, ഏറ്റവും പ്രധാനപ്പെട്ട 5 പേരെ ഉൾപ്പെടെ സസ്പെൻഡ് ചെയ്തുള്ള നടപടി പുറത്തേക്ക് വരുന്നു. അതിന് പിന്നാലെയാണ് ഇന്നലെ ക്യാബിനറ്റിൽ ചർച്ചയായതും ഒപ്പം തന്നെ ഈ സസ്പെൻഷൻ ഓർഡറിലുമുള്ളതായ കുറേ വിവരങ്ങൾ പുറത്തു വരുന്നത്. അതിലേറ്റവും പ്രധാനം പോലീസ് RCB ഈ ഒരു വിഷയത്തിൽ RCB CEO ആഘോഷം നടത്തണം എന്നുള്ള തരത്തിലൊരു കത്ത് ബംഗളൂരു പോലീസിന് നൽകിയിരുന്നു. എന്നാൽ രേഖാമൂലം ഇത് നടത്താൻ കഴിയില്ല എന്നൊരു മറുപടി കമ്മീഷണർ നൽകിയില്ല എന്നുള്ളൊരു കണ്ടെത്തലുണ്ടായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ പരിപാടി തുടങ്ങിയതിനു ശേഷം കാര്യങ്ങൾ കൈവിട്ടു പോകുന്നു എന്ന് കണ്ട് കൃത്യമായ ഇടപെടൽ പോലീസിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായില്ല. മാത്രമല്ല ഇങ്ങനെ ഒരു സിറ്റുവേഷൻ അത് ഉന്നത ഉദ്യോഗസ്ഥരെ അറിയിക്കുന്നതിൽ അല്ലെങ്കിൽ സർക്കാരിനെ അറിയിക്കുന്നതിൽ വീഴ്ച പറ്റിയിട്ടുണ്ട് എന്നുള്ള കണ്ടെത്തലുകളൊക്കെയാണ് പോലീസിനെതിരായിട്ടുള്ളത്. മാത്രമല്ല ഈ ഒരു RCB മാനേജ്മെന്റിനെതിരെയും വിമർശനമുണ്ട്. അത് പോലീസിന്റെ സസ്പെൻഷൻ ലെറ്ററിൽ പോലും RCB മാനേജ്മെന്റിനെതിരെ വിമർശനമുണ്ട്. അതായത് അവർ കൃത്യമായ ടിക്കറ്റോ പാസിംഗ് സംവിധാനമോ ഒന്നുമില്ലാതെയാണ് ഇവിടെ ഇങ്ങനെ ഒരു വലിയ പരിപാടി നടത്തിയത് എന്നുള്ളൊരു വിമർശനം RCB മാനേജ്മെന്റിനെതിരെയുണ്ട്, ഇവന്റ് മാനേജ്മെന്റിനെതിരെയുണ്ട്. ഇന്നലെ തുറന്ന പ്രഖ്യാപനമാണ് സിദ്ധാരാമയ്യ നടത്തിയത്. അതായത് ഈ 3 ഗ്രൂപ്പുകളെയും, അതായത് RCB ഒപ്പം തന്നെ ഇവന്റ് മാനേജ്മെന്റ് ടീം, കർണാടക ക്രിക്കറ്റ് അസോസിയേഷൻ, ഇവരെയൊക്കെയും പ്രതിനിധികളെ അറസ്റ്റ് ചെയ്യും എന്നുള്ളൊരു പ്രഖ്യാപനം കൂടി അദ്ദേഹം നടത്തിയിട്ടുണ്ട്. ഇതിലേറ്റവും പ്രധാന വിമർശനമായി ഇപ്പോൾ ഉയർന്നു വരുന്നത്, നേരത്തെ പോലീസ് തന്നെ തുറന്നു പറഞ്ഞിരുന്നു തങ്ങൾ അനുമതി നൽകരുത് എന്ന് പറഞ്ഞിട്ടാണ് സർക്കാർ ഈ ഒരു പരിപാടിയുമായി മുന്നോട്ട് പോയത് എന്ന് പോലീസ് വൃത്തങ്ങൾ തന്നെ സൂചിപ്പിച്ചിരുന്നു. ഇതിലും വലിയ അമർശമാണ് സർക്കാരിനുള്ളത്, അതുകൂടിയാണ് പ്രകടമാകുന്നത്. എന്തായാലും ഇന്ന് ചില അറസ്റ്റുകളും ഒപ്പം തന്നെ ചില നിർണായക നീക്കങ്ങളും പോലീസിൽ നിന്ന് പ്രതീക്ഷിക്കുകയും ചെയ്യുന്നുണ്ട്. TK. ശരി, മുഹമ്മദ് റഹീസ് വിവരങ്ങൾ നൽകുകയായിരുന്നു ബംഗളൂരുവിൽ നിന്ന്. സർക്കാർ സംവിധാനങ്ങൾ തന്നെ നേരിട്ട് ഈ പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളതാണ്. മുഖ്യമന്ത്രിയും ഉപമുഖ്യമന്ത്രിയും അടക്കം അതിൻ്റെ സംഘാടകരായി മുൻനിരയിലുണ്ടായിരുന്നതാണ്. ഇപ്പോൾ പോലീസിനെയും ഈ ഇവന്റ് മാനേജ്മെന്റ് കമ്പനിയെയും ഒക്കെ പഴിചാരാനുള്ള നീക്കം സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടാവുന്നു. മറുഭാഗത്താണെങ്കിൽ സർക്കാരിന് മേൽ വിമർശനം കടുപ്പിക്കുന്നുണ്ട് പ്രതിപക്ഷം. മറ്റൊരു റിപ്പോർട്ടിലേക്കാണ്. ഹജ്ജ് കർമ്മങ്ങൾ 3-ാം ദിവസത്തിലേക്ക് കടന്നു. മുസ്ദലിഫയിൽ നിന്ന് പല തീർത്ഥാടകരും മിനായിൽ തിരിച്ചെത്തി ജംറയിൽ കല്ലേറ് കർമ്മം ആരംഭിച്ചു. ഗൾഫിൽ ഇന്ന് ബലിപെരുന്നാൾ ആഘോഷിക്കുകയാണ്. ജലീൽ കണ്ണമംഗലം തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്കാണ് ഇനി പോകുന്നത്. ഹജ്ജ് കർമ്മങ്ങൾ 3-ാം ദിവസത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. ഞാനിപ്പോൾ ഉള്ളത് മുസ്ദലിഫയിലാണ്. അറഫ സംഗമം കഴിഞ്ഞ് തീർത്ഥാടകർ ഇന്നലെ രാത്രി ഇവിടെയായിരുന്നു താമസിച്ചിരുന്നത്. ഇന്ന് മുതൽ മിനയിലെ ജംറയിൽ എറിയാനുള്ള കല്ലുകൾ ആളുകൾ ഇതാ ശേഖരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇവിടെ നിന്ന് 7 മുതൽ 70 വരെ കല്ലുകളാണ് തീർത്ഥാടകർ ജംറയിലെ 3 ജംറകളിൽ എറിയാനായി ശേഖരിക്കുന്നത്. 4 ദിവസമാണ് മിനായിലെ ജംറയിൽ കല്ലേർ കർമ്മം നിർവഹിക്കുക. കല്ലേർ കർമ്മം ഇന്ന് ആരംഭിക്കുകയാണ്. പല തീർത്ഥാടകരും മുസ്ദലിഫയിൽ നിന്നും മിനായിൽ എത്തി കല്ലേർ കർമ്മം ആരംഭിച്ചു കഴിഞ്ഞു. ഏതായാലും ഇനി തീർത്ഥാടകർക്ക് ഏറ്റവും കൂടുതൽ അനുഷ്ഠിക്കാനുള്ള കർമ്മം ഈ കല്ലേർ കർമ്മം തന്നെയാണ്. അറഫയിലെ താമസവും അതോടൊപ്പം തന്നെ മുസ്ദലിഫയിലെ താമസവും കഴിഞ്ഞ് ആളുകളൊക്കെ മീനായിൽ തിരിച്ചെത്തിക്കൊണ്ടിരിക്കുകയാണ്. തീർത്ഥാടകരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ കർമ്മങ്ങൾ അനുഷ്ഠിക്കാനുള്ള ദിവസമാണ് ഇന്ന്. അതായത് മീനായിലെ ജംറയിൽ കല്ലേർ കർമ്മം നിർവഹിക്കുക എന്നതിനോടൊപ്പം തന്നെ മക്കയിലെ ഹറം പള്ളിയിൽ പോയി വിശുദ്ധ കാബയെ പ്രദക്ഷിണം വെക്കുന്ന തവാഫ് നിർവഹിക്കുക, അതോടൊപ്പം മുടി നീക്കുക, ബലി നൽകാനുള്ള ആളുകൾക്ക് ബലി നൽകുക തുടങ്ങിയ നിരവധി കർമ്മങ്ങൾ തീർത്ഥാടകർക്ക് ഇന്ന് നിർവഹിക്കാനുണ്ട്. എല്ലാ കർമ്മങ്ങളും കൂടി അവസാനിക്കുമ്പോഴേക്കും ഏതാണ്ട് രാത്രിയാകും. എല്ലാം കഴിഞ്ഞ് ഇന്ന് രാത്രിയോടെ ആയിരിക്കും തീർത്ഥാടകർ മീനായിലെ തമ്പുകളിൽ തിരിച്ചെത്തുക. അതോടൊപ്പം തന്നെ ഇന്ന് ഗൾഫിൽ സൗദിയും ഒമാനും ഉൾപ്പെടെയുള്ള എല്ലാ ഗൾഫ് രാജ്യങ്ങളിലും ബലിപെരുന്നാൾ ആഘോഷിക്കുകയാണ്. ഹറം പള്ളിയിലും മക്കയിലും മദീനയിലുമുള്ള ഹറം പള്ളികളിൽ ബലിപെരുന്നാൾ നമസ്കാരത്തിനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും പൂർത്തിയായിട്ടുണ്ട്. സൂര്യൻ ഉദിച്ച് 15 മിനിറ്റ് കഴിഞ്ഞാൽ സൗദിയിൽ ബലിപെരുന്നാൾ നിസ്കാരം നിർവഹിക്കണം എന്നാണ് ഇസ്ലാമിക കാര്യ മന്ത്രാലയം നിർദ്ദേശിച്ചിരിക്കുന്നത്. ഹജ്ജ് തീർത്ഥാടകരെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ഏറ്റവും തിരക്കേറിയ ദിവസമാണ്. 18 ലക്ഷത്തോളം വരുന്ന തീർത്ഥാടകരാണ് ഹജ്ജ് ഇത്തവണ നിർവഹിക്കുന്നത്. ഇന്ത്യയിൽ നിന്നും 1,32,000 തീർത്ഥാടകർ ഹജ്ജ് നിർവഹിച്ചു കഴിഞ്ഞു. കേരളത്തിൽ നിന്ന് ഹജ്ജ് കമ്മിറ്റി വഴി മാത്രം 16,000 തീർത്ഥാടകർ ഹജ്ജ് നിർവഹിച്ചു. മുസ്ദലിഫയിൽ നിന്നും ജലീൽ കണ്ണമംഗലം, 24.
സംസ്ഥാനത്ത് നാളെയാണ് പെരുന്നാൾ. പെരുന്നാളിനെ വരവേൽക്കാനുള്ള ഒരുക്കത്തിലാണ് ഇസ്ലാം മതവിശ്വാസികൾ. പുത്തൻ വസ്ത്രങ്ങളും അത്തറുമൊക്കെ വാങ്ങാൻ കടകളിൽ തിരക്കേറുകയാണ്. പെരുന്നാൾ നമസ്കാരത്തിന് പള്ളികളും ഒരുങ്ങിക്കഴിഞ്ഞു. ബലിപെരുന്നാൾ ആഘോഷത്തിനുള്ള ഒരുക്കങ്ങളാണ് എങ്ങും. പുതിയ വസ്ത്രങ്ങളണിഞ്ഞും മൈലാഞ്ചിയിട്ടും പെരുന്നാളിനെ വരവേൽക്കാനുള്ള തയ്യാറെടുപ്പ്. എല്ലാവരും കുടുംബത്തോടെ എത്തുന്നതിനാൽ വ്യാപാര സ്ഥാപനങ്ങളിൽ വൻ തിരക്ക്. പുത്തൻ മോഡലുകളുമായി വസ്ത്രാലയങ്ങൾക്കൊപ്പം ആഭരണശാലകളും ചെരുപ്പുകടകളും അത്തറുകടകളും സജീവം. ഷറായി പോകുന്നു. എല്ലാ തിരക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ എല്ലാവരും മാതിരി തന്നെ പർച്ചേസിങ്ങിലാണ്. ഇവിടെ വന്ന എല്ലാവർക്കും എല്ലാം കിട്ടും, അതാണ് ഒരു പ്രത്യേകത. ഷർട്ട്, പാന്റ്, ചുരിദാർ, പർദ്ദ, സാരി തുടങ്ങി എല്ലാത്തിനും ആവശ്യക്കാരുണ്ട്. ബിരിയാണി ഉണ്ടാക്കണം, പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കണം. എനിക്ക് ഡ്രസ്സ് കുറേ വാങ്ങിയിട്ടുണ്ട്, മക്കൾക്കുള്ള ഡ്രസ്സ് വാങ്ങും. വിവിധ വർണ്ണങ്ങളിൽ കൗതുകം ഉണർത്തുന്ന ശേഖരമാണ് കുട്ടികൾക്കുള്ളത്. വിവിധയിടങ്ങളിൽ നടക്കുന്ന പെരുന്നാൾ നമസ്കാരത്തിന് പ്രമുഖ ഇമാമുമാർ നേതൃത്വം നൽകും. പ്രവാചകൻ ഇബ്രാഹിമിന്റെയും മകൻ ഇസ്മായിലിന്റെയും ത്യാഗസ്മരണകളുമായി വിശ്വാസികൾ പെരുന്നാളിനുള്ള ഒരുക്കത്തിലാണ്. ബലികർമ്മങ്ങൾക്കുള്ള ഒരുക്കങ്ങളും തകർത്തി. കോഴിക്കോട് നിന്ന് ഷിജു ചവർക്കൊപ്പം സമീസ് മുഹമ്മദ്, 24. കായംകുളത്ത് ദേശീയപാതയ്ക്കായി നിർമ്മിച്ച ഓടകളിൽ വീണ് ഇന്നലെ ഉണ്ടായ അപകടങ്ങളിൽ പ്രതിഷേധവുമായി നാട്ടുകാർ. ഇന്നലെ രാത്രി KPSC ജംഗ്ഷനിലുണ്ടായ അപകടത്തിൽ ആരോമൽ എന്ന യുവാവ് മരിച്ചിരുന്നു. തൊട്ടുപിന്നാലെ KSRTC ജംഗ്ഷനിലും സമാനം അപകടമുണ്ടായി. മുന്നറിയിപ്പ് ബോർഡുകൾ സ്ഥാപിക്കാതെയുള്ള നിർമ്മാണം അനുവദിക്കില്ലെന്നാണ് നാട്ടുകാരുടെ നിലപാട്. അശ്വിൻ പാലാഴി ആലപ്പുഴയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അശ്വിൻ, ഈ അപകടങ്ങൾക്ക് പിന്നാലെ നേരത്തെ തന്നെ അവിടെയുള്ള ആളുകൾ ഉയർത്തുന്ന വിഷയമാണ്. ഈ അപകടങ്ങൾക്ക് പിന്നാലെ ആവശ്യം കൂടുതൽ ശക്തമാവുന്നു, അതിനൊരു പ്രതിഷേധത്തിന്റെ സ്വഭാവം കൈവരിക്കുന്നു. എന്താണ് നാട്ടുകാർ പറയുന്നത്? വിവരങ്ങൾ എന്താണ് അശ്വിൻ പാലാഴി? സ്മിത, ഗുഡ് മോർണിംഗ്. നമ്മളിപ്പോൾ ഉള്ളത് ഇന്നലെ രാത്രി ആദ്യ അപകടം നടന്ന KPSC ജംഗ്ഷന് സമീപമാണ്, അതായത് കായംകുളത്ത്. നമ്മൾ ഇപ്പോൾ നിൽക്കുന്ന ഒരു സർവീസ് റോഡാണ്. ദേശീയപാത ഇതിനു മുകളിൽ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിന് സൈഡിൽ കൂടെയുള്ള സർവീസ് റോഡാണ്. ഈ സർവീസ് റോഡ് വഴിയാണ് ഇന്നലെ ഈ അപകടത്തിൽ മരണപ്പെട്ട ആരോമൽ എന്ന 23 വയസ്സുകാരൻ ഇരുചക്ര വാഹനവുമായി വരുന്നത്. സ്വാഭാവികമായി ഇരുചക്ര വാഹനങ്ങൾ പോകുന്ന വഴിയാണ്. രാവിലെ ആരോമൽ ഇതുവഴി തന്നെ ആയിരിക്കാം ആ ടൗണിലേക്ക് പോയിട്ടുണ്ടാവുക. അങ്ങനെ സ്വാഭാവികമായി രാത്രി തന്റെ ജോലികൾ കഴിഞ്ഞ് ഈ റോഡിലൂടെ തിരിച്ചു വരുന്നു. അവിടെ നിന്ന് പ്രധാന റോഡിലേക്ക്, ഈ നിലവിൽ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന ഈ റോഡിലേക്ക് കയറാനുള്ള ശ്രമത്തിനിടെ ഈ പെട്ടെന്ന് ഇവിടെ നമുക്ക് പെട്ടെന്ന് ശ്രദ്ധയിൽപ്പെടാത്ത ഒരു കുഴിയാണുള്ളത്. ഇവിടെ വാഹനം നിയന്ത്രണം നഷ്ടപ്പെട്ടിട്ടുണ്ടാവാം. അവിടെ നിന്നാണ് ഈ ഏകദേശം ഒരാളല്ലാതെ ഏകദേശം ഒരു 7 അടിയോളം താഴ്ചയുള്ള ഒരു കുഴിയുള്ളത്. ഇത് അണ്ടർഗ്രൗണ്ട് ഡക്റ്റാണ്. ഈ റോഡിന്റെ മറുവശത്തേക്ക് കേബിളുകളും മറ്റുമൊക്കെ കൊണ്ടുപോകാൻ വേണ്ടി ഈ റോഡ് നിർമ്മാണ കമ്പനി നിർമ്മിക്കുന്ന ഒരു അണ്ടർഗ്രൗണ്ട് ഡക്റ്റിന് വേണ്ടി പണിയുന്ന ഒരു സ്ഥലമാണ്. ഒരു ഓടയ്ക്ക് സമാനമായ സ്ഥലമാണ്. ഇതിലേക്കാണ് ആരോമൽ സ്കൂട്ടറുമായി വീഴുന്നത്. ആരോമലിന്റെ സ്കൂട്ടറാണ്, ഇന്നലെ അപകടത്തിൽപ്പെട്ട സ്കൂട്ടറാണ് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നത്. ഒപ്പം കഴിഞ്ഞ ദിവസമൊക്കെ പെയ്ത ശക്തമായ മഴയിൽ ഈ കുഴി നിറയെ വെള്ളവുമാണ്. എന്തായാലും ഈ അപകടം നടന്ന ഈ ആരോമലിന്റെ തല ഈ കാണുന്ന കോൺക്രീറ്റിന്റെ നിർമ്മിതിയിൽ ഇടിച്ചിട്ടുണ്ട്. ഒപ്പം ശരീരവും ഇടിച്ചിട്ടുണ്ട്. ഒപ്പം അതിനുശേഷമാണ് വെള്ളത്തിലേക്ക് വീഴുന്നത്. നാട്ടുകാർ ശബ്ദം കേട്ട് ഓടിയെത്തിയാണ് ആരോമലിനെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നത്. ആദ്യം ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും അവിടെ നിന്ന് ഗുരുതര പരിക്കായതുകൊണ്ട് വണ്ടാനം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകുന്നു. പോകും വഴിയാണ് മരണപ്പെട്ടത്. അത്രത്തോളം ഗുരുതരമായ പരിക്കാണ് ആരോമൽ ഇന്നലെ ഏറ്റിട്ടുണ്ടായിരുന്നത്. നാട്ടുകാർ ആരോപിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇത്രത്തോളം അപകടകരമായ ഒരു സാഹചര്യമായിരുന്നിട്ടും ഒരു സ്ഥലമായിരുന്നിട്ടും യാതൊരുവിധ മുന്നറിയിപ്പ് ബോർഡുകളോ മറ്റ് സംവിധാനങ്ങളോ ഒന്നും ഇതിലേക്ക് വാഹനങ്ങൾ കടക്കാതിരിക്കാനുള്ള യാതൊരുവിധ നടപടിക്രമങ്ങളും ഈ റോഡ് നിർമ്മാണത്തിന്റെ ഭാഗമായി നടത്തിയിരുന്നില്ല എന്നുള്ളതാണ് നാട്ടുകാർ പറയുന്നത്. ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന, നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, ഇപ്പോൾ ഇതിലേക്ക് വാഹനങ്ങൾ കടക്കാതിരിക്കാൻ ഈ റിബൺ കെട്ടി മറച്ചിട്ടുണ്ട്. ഒപ്പം ബാരിക്കേഡുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. ഇതൊക്കെ ഇന്നലെ അപകടത്തിന് ശേഷം ഉണ്ടായതാണ്. ഡേഞ്ചർ എന്നുള്ള ഈ റിബണൊക്കെ ഈ അപകടത്തിന് ശേഷം ഇന്നലെ രാത്രി ഈ നിർമ്മാണ കരാർ ഏറ്റെടുത്ത കമ്പനിക്കാർ കൊണ്ടുവച്ചത് ആണ് എന്നുള്ളതാണ് നാട്ടുകാർ പറയുന്നത്. എന്തായാലും അങ്ങനെ ഒരു മുന്നറിയിപ്പ് വെക്കാൻ ഒരു അപകടവും ഒരു മരണവും വേണ്ടി വന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ അപകടത്തിന് ശേഷം 1 മണിക്കൂറിനുള്ളിൽ തന്നെ ഈ കായംകുളത്തിന് സമീപം ഇവിടുന്ന് ഏകദേശം 3 കിലോമീറ്റർ മാറി സമാനമായ രീതിയിൽ അണ്ടർഗ്രൗണ്ട് ഡെക്കിന് വേണ്ടി നിർമ്മിച്ച കുഴിയിൽ വീണ മറ്റൊരു അപകടം കൂടി ഉണ്ടായിട്ടുണ്ട്. KSRTC ജംഗ്ഷനിലാണ് കായംകുളത്ത്. ആ അപകടത്തിൽ പരിക്കേറ്റ കായംകുളം സ്വദേശി നിബിൻ ഷാ അതീവ ഗുരുതരാവസ്ഥയിൽ ഇപ്പോഴും വണ്ടാനം മെഡിക്കൽ കോളേജിൽ തുടരുകയാണ്. ഇതുപോലെ ഇതേ രീതിയിൽ സമാനമായ രീതിയിൽ അപകട സാധ്യതയുള്ള നിരവധി കുഴികൾ നിശ്ചിത കിലോമീറ്റർ പരിധിയിൽ ഈ ദേശീയപാത നിർമ്മാണം നടക്കുന്നിടത്തുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അവിടെ ഒന്നും തന്നെ ഇത്തരത്തിലുള്ള മുന്നറിയിപ്പ് ബോർഡുകളില്ല. എന്തായാലും ഒരു മരണം ഈ സംഭവത്തിൽ ഉണ്ടായി എന്നുള്ളതാണ്. ഈ അധികൃതരുടെ വീഴ്ചയിൽ മുന്നറിയിപ്പ് ബോർഡുകൾ ഇല്ലാതെ അപകടകരമായ സ്ഥലങ്ങളിൽ ഒരു മുന്നറിയിപ്പും വെക്കാതെ ഉണ്ടായ
സ്ഥലങ്ങളിൽ ഒരു മരണം ഉണ്ടായി. ഒരു 23 വയസ്സുകാരന്റെ ജീവൻ പൊലിഞ്ഞു. മറ്റൊരു യുവാവ് 27 വയസ്സുള്ള യുവാവ് അതീവ ഗുരുതരാവസ്ഥയിൽ വണ്ടാനത്ത് ചികിത്സയിൽ തുടരുകയുമാണ്. എന്തായാലും നാട്ടുകാർ വലിയ പ്രതിഷേധത്തിലേക്ക് പോവുകയാണ്. ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ മുന്നറിയിപ്പ് ബോർഡുകൾ ഇല്ലാതെ നിർമ്മാണം നടത്തരുത് എന്നുള്ള കർശന നിലപാട് സ്വീകരിക്കുകയാണ് നാട്ടുകാർ. അത് ഏതെങ്കിലും തരത്തിൽ ഇനി മുന്നറിയിപ്പിലേക്കൊക്കെ പോകുമോ, മറ്റ് അപകടം ഒഴിവാക്കാനുള്ള നടപടികളിലൊക്കെ ഉണ്ടാകുമോ എന്നുള്ളത് കാത്തിരുന്ന് കാണണം. അശ്വിൻ പാലാഴിയാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്. എറണാകുളം കുണ്ടന്നൂർ തേവര പാലത്തിലെ ടാറിംഗ് പൊളിഞ്ഞു. പാലത്തിൽ നിരവധി കുഴികൾ രൂപപ്പെട്ടിട്ടുണ്ട്. സ്റ്റോൺ മാസ്റ്റിക് അസാൾട്ട് ടാറിംഗിലാണ് പാളിച്ച സംഭവിച്ചത്. അറ്റകുറ്റപ്പണികൾക്കായി 3 തവണ അടച്ചിട്ട പാലത്തിന്റെ ഇന്നത്തെ അവസ്ഥയാണിത്. പറഞ്ഞതിലും നേരത്തെ തന്നെ 3-ാം തവണ പാലം പണി പൂർത്തിയാക്കി. പാലം ജനങ്ങൾക്ക് തുറന്നു നൽകിയപ്പോൾ ജർമ്മൻ സാങ്കേതിക വിദ്യയായ സ്റ്റോൺ മാസ്റ്റിക് അസാൾട്ടിൽ നിർമ്മിച്ച പാലത്തിൽ ഇനിയൊരു സാങ്കേതിക തകരാറുണ്ടാവില്ലെന്നും ടാറിംഗ് യാതൊരു കാരണവശാലും ഇളകിപ്പോകില്ലെന്നും ഉറപ്പു നൽകിയിരുന്നു. ആ ഉറപ്പാണ് ഇപ്പോൾ ദാ ഇളകിപ്പോയിരിക്കുന്നത്. പാലത്തിന്റെ കോൺക്രീറ്റ് പ്രതലത്തിൽ പ്രത്യേക അളവിൽ മിശ്രിതം ചേർത്ത് നിർമ്മിക്കുന്നതാണ് SMA സാങ്കേതിക വിദ്യ. കോടികൾ മുടക്കിയാണ് പാലത്തിന്റെ അറ്റകുറ്റപ്പണി അന്ന് പൂർത്തിയാക്കിയത്. അറ്റകുറ്റപ്പണി നടക്കുന്ന സമയത്ത് തന്നെ ജനങ്ങൾ ടാറിംഗ് പൊളിഞ്ഞു പോകുമോ എന്ന ആശങ്ക അറിയിച്ചതുമാണ്. ആദ്യം തന്നെ V4 കൊച്ചി പ്രവർത്തകർ ഇത് ചൂണ്ടിക്കാണിച്ചിട്ടുണ്ടായിരുന്നു ഇതിന്റെ അപാകതകൾ. ഇത് ചെയ്യണത് കറക്റ്റ് മഴയത്തും അങ്ങനെയുള്ള സമയത്തൊക്കെ ചെയ്തിരുന്നത്. പക്ഷേ ഇതിന് ശേഷം ഇപ്പോൾ കഴിഞ്ഞ ദിവസം V4 കൊച്ചി ഇതിന്റെ എഞ്ചിനീയറെ വിളിച്ചു, ഇനി ഇതിനെക്കുറിച്ച് പഠിക്കണമെന്ന്. അപ്പോൾ ഒരു വിവരവും ഇല്ലാത്ത AI ആണ് ഇവിടെ പാലം പണിയാൻ വേണ്ടി വന്നേക്കണം. അവരുടെ പേരിൽ നിയമ നടപടി എടുക്കണം. ഇനി വലിയൊരു മഴ നീണ്ടു നിന്നാൽ ഇളകിപ്പോയ ഈ ടാറിങ്ങിന്റെ സ്ഥാനത്ത് വൻ ഗർത്തങ്ങളായിരിക്കാൻ രൂപപ്പെടുക. അതുവഴി പതിയിരിക്കുന്നത് വൻ അപകടങ്ങളും. കോടികൾ ഉപയോഗിച്ച് ജർമ്മൻ ടെക്നോളജിയിൽ നിർമ്മിച്ച പാലത്തിന്റെ അവസ്ഥയാണിത്. യഥാർത്ഥത്തിൽ ഈ ടെക്നോളജി ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനായിരുന്നു. ക്യാമറമാൻ അനുവിനൊപ്പം സൂര്യശ്രീ, 24 കൊച്ചി. കുണ്ടന്നൂർ തേവര പാലത്തിലെ ടാറിംഗ് പൊളിഞ്ഞു നീങ്ങിയതിൽ പ്രതിഷേധം ശക്തമാകുന്നു. അന്വേഷണം ആവശ്യപ്പെട്ട് മരട് നഗരസഭ മുൻ വൈസ് ചെയർമാൻ ബോബൻ നെടുമ്പറമ്പിൽ പൊതുമരാമത്ത് മന്ത്രിക്ക് നിവേദനം അയച്ചു. കോടികൾ ചെലവിട്ട് അത്യാധുനിക സാങ്കേതിക വിദ്യയിൽ നിർമ്മിച്ച പാലത്തിന്റെ ടാറിംഗ് പൊളിഞ്ഞ് തുടങ്ങുകയായിരുന്നു. ടാറിംഗ് പൊളിഞ്ഞു നീങ്ങിയത് അപകട സാധ്യത ഉയർത്തുന്നുവെന്ന് ജനങ്ങൾ പറഞ്ഞു. 3 തവണ അറ്റകുറ്റപ്പണി നടത്തിയ പാലമാണ് വീണ്ടും തകരാറിലായത്. ഇതോടുകൂടിയാണ് വലിയ രീതിയിലുള്ള പ്രതിഷേധത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നത്. ജമ്മുകശ്മീരിലെ ചെനാബ് റെയിൽ പാലത്തിന്റെ ഉദ്ഘാടനം ഇന്ന്. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ റെയിൽവേ പാലമാണ് ചെനാബ്. ഈഫൽ ടവറിനേക്കാൾ ഉയരം കൂടുതലുണ്ട് ചെനാബ് ആർച്ച് ബ്രിഡ്ജിന്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തിന് പാലം സമർപ്പിക്കും. പഹൽഗാം ഭീകരാക്രമണത്തിനു ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ആദ്യ ജമ്മു കശ്മീർ സന്ദർശനമാണിത്. കശ്മീർ താഴ്വരയെ രാജ്യത്തിന്റെ മറ്റു ഭാഗങ്ങളുമായി ബന്ധിപ്പിക്കുന്ന പാലം ജമ്മുകശ്മീരിലെ റിയാസി ജില്ലയിൽ ബക്കലിനും കൗരിക്കുമിടയിൽ ചെനാബ് നദിക്ക് കുറുകെയാണ്. 1400 കോടി രൂപ ചെലവിട്ടാണ് നിർമ്മാണം പൂർത്തിയാക്കിയത്. 272 കിലോമീറ്റർ നീളമുള്ള ഉദ്ധംപൂർ ഖാത്ര ഖാസിഗുണ്ട് വഴി ജമ്മുവിനെ ബാരാമുള്ളയും ശ്രീനഗറുമായി ബന്ധിപ്പിക്കുന്ന പാലം കശ്മീർ റെയിൽ പദ്ധതിയുടെ ഭാഗമാണ്. ഖത്രയ്ക്കും ബനിഹാലിനുമിടയിലെ 111 കിലോമീറ്ററിനെ ബന്ധിപ്പിക്കുന്ന പ്രധാന കണ്ണി. ശ്രീനഗർ ജമ്മു റൂട്ടിലൂടെയുള്ള സഞ്ചാര സമയം 7 മണിക്കൂറായി കുറയും. ലോകത്തിലെ ഏറ്റവും ഉയരത്തിലുള്ള റെയിൽവേ പാലമാണ് ചെനാബ് പാലം. കമാനത്തിന് 467 മീറ്റർ നീളം. നദിയിൽ നിന്ന് 359 മീറ്റർ ഉയരത്തിലാണ് പാലം സ്ഥിതി ചെയ്യുന്നത്. നദിയിൽ നിന്നുള്ള ഉയരം പരിഗണിച്ചാൽ പാരീസിലെ ഈഫൽ ടവറിനേക്കാൾ 35 മീറ്റർ ഉയരം കൂടുതൽ. ആകെ നീളം 1315 മീറ്റർ. പാലം ഗതാഗതത്തിന് തുറന്നു കൊടുക്കുന്നതോടെ വികസന ചരിത്രത്തിൽ മറ്റൊരു പൊൻതൂവൽ കൂടി ചാർത്തുകയാണ് രാജ്യം. റിസർച്ച് ഡെസ്ക് 24. രാജ്യത്ത് കോവിഡ് വ്യാപനം രൂക്ഷമാകുന്നു. രാജ്യത്തെ കോവിഡ് കേസുകളുടെ എണ്ണം 5000-ലേക്ക് അടുക്കുകയാണ്. കേരളത്തിലാണ് കൂടുതൽ കോവിഡ് കേസുകൾ റിപ്പോർട്ട് ചെയ്തത്.
മഹാരാഷ്ട്ര, ഗുജറാത്ത്, ഡൽഹി, ബംഗാൾ, ഉത്തർപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിലും വ്യാപനം രൂക്ഷമാണ്. കോവിഡ് വ്യാപനം കൂടുതലാണെങ്കിലും രോഗതീവ്രത കുറവ് എന്നാണ് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിന്റെ വിലയിരുത്തൽ. നിലവിലെ വ്യാപന സാഹചര്യം സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണ് ആരോഗ്യ മന്ത്രാലയം. സംസ്ഥാനങ്ങളോട് ജാഗ്രത പുലർത്താനും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സംസ്ഥാനത്ത് കാലവർഷ മഴയ്ക്ക് താൽക്കാലിക ശമനം. ഇന്നും ജില്ലകളിലൊന്നും പ്രത്യേക മഴ മുന്നറിയിപ്പുകൾ നിലനിൽക്കുന്നില്ല. എല്ലാ ജില്ലകളിലും ഗ്രീൻ അലർട്ട് നിലനിർത്തിയിട്ടുണ്ട്. അടുത്ത 3 ദിവസവും സമാനമായി വരണ്ട കാലാവസ്ഥ തുടരും. അറബിക്കടലിൽ കാലവർഷക്കാറ്റ് ദുർബലമായി തുടരുന്നതാണ് മഴ മാറി നിൽക്കാൻ കാരണം. തിങ്കളാഴ്ചയ്ക്ക് ശേഷം ബംഗാൾ ഉൾക്കടൽ, വടക്കു പടിഞ്ഞാറൻ പാസിഫിക് സമുദ്രത്തിലെ മാറ്റങ്ങൾക്കനുസരിച്ച് കാലവർഷം വീണ്ടും കേരളത്തിൽ സജീവമാകാൻ സാധ്യതയുണ്ട്. പരിസ്ഥിതി ദിനത്തിൽ വേറിട്ട മാതൃക തീർത്ത് കണ്ണൂർ ഇരിങ്ങൽ UP സ്കൂളിലെ 2ാം ക്ലാസ് വിദ്യാർത്ഥിനി ആയിഷ റഹ്മ. വീട് മുതൽ സ്കൂൾ വരെയുള്ള ദൂരത്തിനിടയിൽ 50ഓളം വൃക്ഷത്തൈകളാണ് ഈ കൊച്ചു പരിസ്ഥിതി സ്നേഹിയുടെ നേതൃത്വത്തിൽ നട്ടുപിടിപ്പിച്ചത്. പരിസ്ഥിതി സംരക്ഷണത്തിലെ ഒരു വേറിട്ട കാഴ്ചയാണിത്. സ്കൂളിലും പനങ്ങാട്ടൂരുള്ള വീടിനുമിടയിൽ പാതയോരത്ത് ആയിഷ റഹ്മ നട്ടുപിടിപ്പിച്ചത് 50ഓളം വൃക്ഷത്തൈകൾ. മുള്ളാത്ത കണിക്കൊന്ന, ചാമ്പ, ഞാവൽ, മന്ദാരം ഇവയെല്ലാം ഉണ്ട്. അധ്യാപകരുടെയും സഹപാഠികളുടെയും സഹായത്തോടെയാണ് പ്രവർത്തനം. തൈകളുടെ സംരക്ഷണത്തിനായി ഇരുമ്പ് വല കൊണ്ട് നിർമ്മിച്ച റിങ് നൽകാമെന്ന് കണ്ണൂർ DFO തന്നെ ഉറപ്പു നൽകി. ഇപ്പോൾ ഞാൻ സ്കൂളിൽ ഒരു ഫലം നട്ടു. ഞാൻ എൻ്റെ സ്കൂൾ തൊട്ട് വീട്ടുമുറ്റത്ത് വരെ നടന്നുണ്ട്. വെറുതെ തൈകൾ നട്ടുപിടിപ്പിക്കുന്നുവെന്ന് മാത്രമല്ല, വേനൽക്കാലത്ത് എങ്ങനെ അതിനെ പരിപാലിക്കാമെന്നതിനെക്കുറിച്ചും ആയിഷക്ക് നല്ല ബോധ്യമുണ്ട്. പ്ലാസ്റ്റിക് കുപ്പികളിൽ നിറച്ചെടുക്കുന്ന വെള്ളം ചെടികളുടെ ചുവട്ടിൽ തുള്ളികളായി പതിക്കുന്ന രീതിയിൽ സ്ഥാപിക്കാനാണ് തീരുമാനം. കണ്ണൂർ. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ ആരോപണങ്ങൾക്ക് മൂർച്ചകൂട്ടി മുന്നണികൾ. മുഖ്യമന്ത്രിയുടെ മലപ്പുറം പരാമർശമാണ് UDF ആയുധമാക്കുന്നത്. KC വേണുഗോപാലിന്റെ ക്ഷേമ പെൻഷനെ കുറിച്ചുള്ള പ്രസംഗവും LDFും പ്രചാരണ വിഷയമാക്കുന്നുണ്ട്. തെരഞ്ഞെടുപ്പിൽ ചിഹ്നം ലഭിച്ചതോടെ പ്രചാരണത്തിൽ സജീവമാവുകയാണ് PV അൻവർ. വിപിൻ C. വിജയനാണ് മലപ്പുറത്ത് നിന്ന് വിവരങ്ങളുമായി ചേരുന്നത്. വിപിൻ, ഈ പലതരത്തിലുള്ള ആരോപണ പ്രത്യാരോപണങ്ങളിലൂടെ അങ്ങനെ പോവുകയാണ്. ഓരോ രീതിയിൽ ഇപ്പോൾ ക്ഷേമ പെൻഷന്റെ കാര്യം പറഞ്ഞതിൽ KC വേണുഗോപാൽ മാപ്പ് പറയണമെന്ന് പറയുന്നു. അതിന് കൃത്യമായിട്ട് ആ ഒരു കാര്യം ആയുധമാക്കുകയാണ് LDF. അതോടൊപ്പം തന്നെ ഇപ്പോൾ PV അൻവർ ഇന്നലെയോടുകൂടി ഈ ചിത്രം വ്യക്തമാകുന്നു. അപ്പോൾ ഇന്ന് മുതൽ നമുക്ക് കാണാൻ കഴിയുക കടുത്ത തെരഞ്ഞെടുപ്പ് ചൂട് തന്നെയാണ് നിലമ്പൂരിൽ, അല്ലേ? ഇനി 13 ദിവസം മാത്രമാണ് നിലമ്പൂർ പോളിംഗ് ബൂത്തിലേക്ക് പോകാനുള്ളത്. ഇനിയുള്ള ദിവസങ്ങളിൽ സ്റ്റാർ ക്യാമ്പയിനർമാർ എല്ലാവരും എത്തും. കാരണം 3 ദിവസം മണ്ഡലത്തിലെ എല്ലാ പഞ്ചായത്തുകളിലും നടക്കുന്ന റാലികളിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ പങ്കെടുക്കും. ഒപ്പം തന്നെ പ്രിയങ്ക ഗാന്ധി തന്നെ മണ്ഡലത്തിലേക്ക് എത്തുമെന്നാണ് അറിയുന്നത്. ഇന്നലെ NDAയുടെ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സുരേഷ് ഗോപിയാണ്. അതോടുകൂടി NDAയുടെ ക്യാമ്പ് ഒന്ന് ആകെ ഉണർന്നിട്ടുണ്ട്. ഒരു തണുപ്പ് മട്ടിലായിരുന്നു, അതൊന്ന് ആകെ ഉണർന്നിട്ടുണ്ട്. ഈ പറഞ്ഞതുപോലെ തന്നെ 2 വിഷയങ്ങളിൽ ആണ് ഇപ്പോൾ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് നിൽക്കുന്നത്. അത് ഒന്ന് KC വേണുഗോപാൽ ഈ ക്ഷേമ പെൻഷനുമായി നടത്തിയ പരാമർശമാണ്. അത് ഈ തിരഞ്ഞെടുപ്പ് കാലത്ത് നൽകുന്ന ഒരു കൈക്കൂലിയാണ് എന്നുള്ള പരാമർശമാണ് ഇപ്പോൾ LDF ഏറ്റെടുത്തിരിക്കുന്നത്. ഇന്ന് ഈ പെൻഷൻ ഗുണഭോക്താക്കളുടെ ഒരു കൂട്ടായ്മ നടക്കും. അത് പോളിറ്റ് ബ്യൂറോ അംഗം A. വിജയരാഘവനാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. അത്തരത്തിലാണ് അവർ UDFനെ സമ്മർദ്ദത്തിലാക്കാൻ നോക്കുന്നതെങ്കിൽ തിരിച്ച് മലപ്പുറത്തെ സംബന്ധിച്ച് അത് ഹിന്ദുവിൽ വന്നിട്ടുള്ള മുഖ്യമന്ത്രിയുടേതായിട്ടുള്ള ലേഖനം, ആ ലേഖനത്തെ സംബന്ധിച്ച് മലപ്പുറത്തെ അവഹേളിച്ചു, ന്യൂനപക്ഷത്തെ അവഹേളിച്ചു എന്നുള്ളതിലാണ് ഇപ്പോൾ UDF പിടിച്ചിരിക്കുന്നത്. ആ രീതിയിലുള്ള ഒരു പരാമർശമാണ്. അതിൽ സ്ഥാനാർത്ഥിയുടെ നിലപാട് എന്താണ് തുടങ്ങിയിട്ടുള്ള ചോദ്യങ്ങൾ ഇന്നലെ തന്നെ നേതാക്കളെല്ലാം ചോദിച്ചു. ഒപ്പം തന്നെ ഈ കൂരിയാട് ദേശീയപാതയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളുണ്ട്. ഇതൊക്കെയാണ് ഇപ്പോൾ പ്രധാനമായും നിലമ്പൂരിൽ ഒരു ചർച്ചയായി നടക്കുന്നത്. ഇതിനിടയിൽ PV അൻവറിന് ഇന്നലെ കത്രിക ചിഹ്നമാണ് ലഭിച്ചിരിക്കുന്നത്. കത്രിക പൂട്ടിയവരെ ഈ കത്രിക കൊണ്ട് നേരിടും എന്നുള്ളതായിരുന്നു PV അൻവർ പറഞ്ഞിരുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അദ്ദേഹം ഈ പരസ്യ പ്രചാരണങ്ങളിൽ നിന്നും ഒക്കെ ഒന്ന് വിട്ടുനിൽക്കുകയായിരുന്നു. അതോടുകൂടി അദ്ദേഹം ഈ നാമനിർദ്ദേശ പത്രിക പിൻവലിക്കുമോ എന്നുള്ള ഒരു അഭ്യൂഹമൊക്കെ പരന്നിരുന്നു. പക്ഷേ അതുണ്ടായില്ല. അദ്ദേഹം മത്സര
രംഗത്തുണ്ട്. അപ്പോൾ കത്രികയുമായി അദ്ദേഹം ഇന്ന് സജീവമായിട്ടുള്ള ഒരു പ്രചാരണത്തിലേക്ക് ഇറങ്ങും എന്നുള്ളത് തന്നെയാണ് കരുതേണ്ടത്. നാളെ പെരുന്നാളാണ്. അപ്പോൾ പെരുന്നാളിൻ്റെ തലേ ദിവസമായി ഇന്ന് അനുഷ്ഠാനങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ സ്ഥാനാർത്ഥികൾ ഇന്നിപ്പോൾ ആര്യടൻ ഷൗക്കത്തിൻ്റെ പര്യടനമില്ല. എം സ്വരാജ് ചുങ്കത്തറയിലും എടക്കരയിലുമായിട്ടൊക്കെയുണ്ട്. NDA സ്ഥാനാർത്ഥിയും ഇന്ന് പ്രചാരണമുണ്ട്. അപ്പോൾ ഇന്ന് മൊത്തത്തിലൊരു ശാന്തതയുണ്ടാകുമെന്നുള്ളതാണ് കരുതുന്നത്. പെരുന്നാൾ കഴിയുന്നതോടുകൂടി തന്നെ വളരെ സജീവമായിട്ട് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് മാറും. അതിൻ്റെ ചൂട് അതിൻ്റെ ഒരു പീക്കിലേക്ക് ആ വാക്പോരൊക്കെ എത്തും എന്നുള്ളത് തന്നെ പ്രതീക്ഷിക്കണം. സ്മിത, റീജിത്ത്. ശരി, വിപിൻ സി വിജയൻ നിലമ്പൂരിൽ നിന്ന് അവിടെയുള്ള തെരഞ്ഞെടുപ്പ് ചൂടിന്റെ വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. വലിയ പ്രതീക്ഷയിൽ പ്രചാരണം മുന്നോട്ട് കൊണ്ടുപോവുകയാണ് മുന്നണികൾ. അതിനിടയിൽ തന്നെ അതിശക്തമായ രാഷ്ട്രീയ ആരോപണങ്ങൾ, വാക്പോരൊക്കെ പ്രതികരണങ്ങളിലും പ്രചാരണ രംഗത്തുമൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. വിപിൻ സി വിജയൻ വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. ട്രംപ് മസ്ക് പോര് രൂക്ഷമാവുകയാണ്. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ ഇംപീച്ച് ചെയ്യണമെന്ന സമൂഹ മാധ്യമ പോസ്റ്റിനോട് യെസ് പറഞ്ഞ് എലോൺ മസ്ക്. ട്രംപിന്റെ താരിഫ് നയം സാമ്പത്തിക മാന്ദ്യത്തിലേക്ക് നയിക്കും എന്നും വിമർശനം. ജെഫ്രി എപ്സ്റ്റീന്റെ ലൈംഗികാരോപണ കേസ് ഫയലിൽ ട്രംപിന്റെ പേരുണ്ടെന്നും ഇലോൺ മസ്ക് വെളിപ്പെടുത്തി. മസ്കിൽ താൻ നിരാശനാണ് എന്നാണ് ട്രംപിന്റെ പ്രതികരണം. അമേരിക്കയിലെ ന്യൂ ജേഴ്സിയിൽ നിന്ന് മധു കൊട്ടാരക്കര നമുക്കൊപ്പം ചേരുന്നുണ്ട്. ഗുഡ് മോർണിംഗ് മധു. അവിടെ ഗുഡ് ഈവനിങ് ആണെന്ന് അറിയാം. ഇതിപ്പോ മസ്കിന്റെ ഒരു പോസ്റ്റ് ഞാൻ നോക്കുകയായിരുന്നു. അതിൽ മസ്ക് പറയുന്നു ടൈം ടു ഡ്രോപ്പ് ദ റിയൽ ബിഗ് ബോംബ് എന്നാണ്. അപ്പോൾ ആ ബോംബ് ഇതാണോ? ട്രംപിനെതിരെ ഈ ലൈംഗികാരോപണ കേസിൽ ആ ഫയലിൽ ട്രംപിന്റെ പേരുണ്ട്, അതുകൊണ്ട് ഇത് പുറത്തുവിടുന്നില്ല എന്നുള്ള രീതിയിൽ കടുക്കുകയാണ് പോര്. ഗുഡ് മോർണിംഗ് റീജിത്ത്. സ്മിത പറഞ്ഞതുപോലെ അതെന്താണെന്ന് നമുക്ക് ഇനിയും കാത്തിരിക്കേണ്ടി വരുമായിരിക്കാം. കാരണം അത്രമേൽ ലോകം തന്നെ ശ്രദ്ധിച്ച ഒരു വലിയൊരു സൗഹൃദമാണ് ഇപ്പൊ ഉരുകി ഒലിച്ച് തെരുവിൽ പരസ്പരം തല്ലുകൂടുന്ന ഒരു നിലയിലേക്ക് വന്നിരിക്കുന്നത്. മസ്കിന്റെ ഇലക്ട്രിക് വാഹനങ്ങൾ ഒഴിവാക്കിയുള്ള തന്റെ ഡൊമസ്റ്റിക് പോളിസി ബില്ലാണ് മസ്കിനെ ഇപ്പോൾ പ്രകോപിതനാക്കിയതെന്നാണ് ട്രംപ് പറയുന്നത്. എന്നാൽ ഈ ബില്ല് ഇതുവരെയും തന്നെ കാണിച്ചിട്ടില്ലെന്നും ഒറ്റ രാത്രി കൊണ്ട് US കോൺഗ്രസിലെ ഒരാൾക്ക് പോലും വായിക്കുവാനുള്ള സമയം പോലും നൽകാതെ ട്രംപ് അവതരിപ്പിക്കുകയായിരുന്നു എന്നാണ് മസ്ക് ഇതിനോട് പ്രതികരിച്ചത്. അമേരിക്കയിലെ മധ്യവർഗക്കാർക്കായിട്ട് ഒരു പുതിയ രാഷ്ട്രീയ പാർട്ടിക്ക് സമയമായെന്നും ചോദിച്ചുകൊണ്ട് സമൂഹ മാധ്യമമായ എക്സിൽ ഒരു പോളും ഒരു മസ്ക് തുടങ്ങി വെച്ചിട്ടുണ്ട്. മസ്കിനോട് താൻ ഒഴിഞ്ഞു പോകാൻ ആവശ്യപ്പെട്ടതായി ട്രംപ് പറഞ്ഞു. ഇലക്ട്രിക് വാഹനങ്ങൾ നിർബന്ധിതമാക്കണമെന്ന മസ്കിന്റെ ആവശ്യത്തിന് താൻ വഴങ്ങിക്കൊടുത്തിട്ടില്ല എന്നാണ് ട്രംപ് പറയുന്നത്. ബജറ്റിൽ ബില്യൺസ് സേവ് ചെയ്യുവാൻ മസ്കിന്റെ ഈ ഗവൺമെന്റ് സബ്സിഡികളും കോൺട്രാക്റ്റുകളും റദ്ദാക്കുകയാണെങ്കിൽ അങ്ങനെ അമേരിക്കയ്ക്ക് ലാഭമുണ്ടാക്കാൻ സാധിക്കുമെന്നാണ് ട്രംപ് പറയുന്നത്. മുൻ പ്രസിഡന്റ് ജോ ബൈഡൻ എന്തുകൊണ്ട് ഇത് ചെയ്തില്ല എന്ന് തന്നെ അത്ഭുതപ്പെടുത്തുന്നെന്നും പറഞ്ഞു. അതേസമയം ഗവൺമെന്റ് കോൺട്രാക്ട് റദ്ദാക്കുകയാണെന്ന് പറഞ്ഞ സ്ഥിതിക്ക് സ്പേസ് എക്സിന്റെ ഡ്രാഗൺ സ്പേസ് ക്രാഫ്റ്റ് പ്രോജക്ട് ഡീകമ്മീഷൻ ചെയ്യുവാനുള്ള നടപടികൾ ആരംഭിക്കുകയാണെന്ന് മസ്ക് പറയുകയുണ്ടായി. അതുപോലെ നേരത്തെ റീജിത്ത് സൂചിപ്പിച്ചതുപോലെ ഈ വർഷം രണ്ടാം പാദത്തിൽ രാജ്യം വലിയ സാമ്പത്തിക മാന്ദ്യത്തിലേക്ക് കടക്കും. ഡൊണാൾഡ് ട്രംപിന്റെ താരിഫാണ് ഇതിന് കാരണമെന്ന് മസ്ക് കുറ്റപ്പെടുത്തി. അതുപോലെ US പ്രസിഡന്റായ ഡൊണാൾഡ് ട്രംപിനെ ഇംപീച്ച് ചെയ്യണമെന്നും മസ്ക് പറയുന്നു. സ്മിതയ്ക്ക് ഇതിന്റെ ബാക്കി കേൾക്കണമെന്ന് ആഗ്രഹമുണ്ട്, എന്താണ് ബോംബ് എന്നൊക്കെ അറിയണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ ഇതിങ്ങനെ തുടർന്നു പോവുകയാണ്. അതുകൊണ്ട് നമുക്ക് വരും ബുള്ളറ്റിനിൽ ഇതിന്റെ ബാക്കി കഥകളും കൂടെ നമുക്ക് പ്രേക്ഷകരിലേക്ക് എത്തിക്കുവാൻ സാധിക്കും. കൊട്ടാരക്കര വലിയ സൗഹൃദമായിരുന്നു ഇരുവരും തമ്മിൽ ഉണ്ടായിരുന്നത്, അത് നമ്മൾ കണ്ടതാണ്. പക്ഷേ ഇപ്പോൾ വലിയ പിണക്കത്തിലേക്കും തർക്കത്തിലേക്കും ഒക്കെ കാര്യങ്ങൾ പോകുന്നു. താൻ നിരാശനാണ്. ഈ മസ്കുമായി നല്ല ബന്ധം തുടരാൻ കഴിയുമോ എന്നുള്ളതിൽ സംശയമുണ്ട് എന്നൊക്കെയാണ് ട്രംപ് പറയുന്നത്. മാത്രമല്ല ട്രംപ് മസ്ക് പോരിന് പിന്നാലെ ടെസ്ലയുടെ ഓഹരികൾ 15% ഇടിയുകയും ചെയ്യുന്നു. മധു, റീജിത്ത്, ടെസ്ലയുടെ ഓഹരിക്ക് കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ട് തന്നെ വലിയ ഇടിവുണ്ടായിരുന്നു. തന്നെയുമല്ല മസ്ക് വലിയ തോതിൽ ആൾക്കാരുടെ വെറുപ്പ് ഉണ്ടാക്കിയെടുക്കുകയും ചെയ്തു. ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഗവൺമെന്റ് എഫിഷ്യൻസി എന്ന ആ ഒരു പ്രസ്ഥാനത്തിന്റെ തലപ്പത്ത് വന്നത് വഴി. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ ഈ സൗഹൃദം അധികം നീളാൻ സാധ്യതയില്ല. തന്നെയുമല്ല ഇവർ രണ്ടുപേരുടെയും സ്വഭാവം ഒരേ രീതിയിലായതുകൊണ്ട് അത് അവർ ഒരുമിച്ച് പോകാനുള്ള സാധ്യത വളരെ കുറവായിട്ടായിരുന്നു കണ്ടിരുന്നത്. പക്ഷെ ഇത് ഇത്ര വേഗം തെരുവിലേക്ക് തല്ലുന്ന രീതിയിലേക്ക് പോകുമെന്ന് പ്രതീക്ഷിച്ചിട്ടില്ലായിരുന്നു. റീജിത്ത്. ശരി, ന്യൂജേഴ്സിയിൽ നിന്ന് മധു കൊട്ടാരക്കര വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. ഇനി വളരെ വേഗത്തിൽ ഇന്റർനാഷണൽ വാർത്തകളിലേക്ക്. അമേരിക്കയിൽ താരിഫ് അനിശ്ചിതത്വം നിലനിൽക്കെ തൊഴിലില്ലായ്മ വർദ്ധിച്ചതായി റിപ്പോർട്ടുകൾ. തൊഴിലില്ലായ്മ ആനുകൂല്യങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കുന്നവരുടെ എണ്ണം 8 മാസത്തെ ഏറ്റവും ഉയർന്ന നിലയിൽ എത്തി.
ഗസയിൽ ഇസ്രയേൽ ഇന്നലെ നടത്തിയ ബോംബാക്രമണങ്ങളിൽ 4 മാധ്യമ പ്രവർത്തകർ അടക്കം 52 പേർ കൊല്ലപ്പെട്ടു. അതിനിടെ ഹമാസ് ബന്ദിയാക്കിയ 2 പേരുടെ മൃതദേഹങ്ങൾ കണ്ടെടുത്തതായി ഇസ്രയേൽ അറിയിച്ചു. ഗസയിൽ ഇസ്രയേൽ ആസൂത്രിത വംശഹത്യ നടത്തുകയാണെന്ന് ബ്രസീൽ പ്രസിഡന്റ്. പരിശീലനം ലഭിച്ച സൈന്യം സ്ത്രീകളെയും കുട്ടികളെയും വംശഹത്യ ചെയ്യുകയാണെന്ന് പ്രസിഡന്റ് ലുലാ ഡ സിൽവ ആരോപിച്ചു. വിദ്വേഷ കുറ്റകൃത്യങ്ങളുടെ പേരിൽ ഇന്ത്യൻ വംശജൻ അമേരിക്കയിൽ 2 വർഷം തടവ്. സിഖ് മുസ്ലിം വിശ്വാസികളെ ഫോണിൽ വിളിച്ച് ഭീഷണിപ്പെടുത്തിയതിനാണ് ശിക്ഷ. യുക്രൈന്റെ ഡ്രോൺ ആക്രമണത്തിന് പിന്നാലെ തിരിച്ചടിയുമായി റഷ്യ. ഡ്രോണുകളും ബാലിസ്റ്റിക് മിസൈലുകളും ഉപയോഗിച്ച് റഷ്യ ആക്രമണം നടത്തിയെന്ന് യുക്രൈൻ. 7ഓളം പ്രദേശങ്ങൾ ലക്ഷ്യമിട്ടെന്നും യുക്രൈൻ. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത ഇപ്പോൾ വരുന്നുണ്ട്. കോഴിക്കോട് കുന്നമംഗലത്ത് കഞ്ചാവ് വേട്ട. 2 കിലോ കഞ്ചാവുമായി 2 ഇതര സംസ്ഥാന തൊഴിലാളികൾ അറസ്റ്റിലായി. ഉത്തർപ്രദേശ് സ്വദേശികളായ ഫർക്കുന്ദ് അലി, ജുബൈർ അഹമ്മദ് എന്നിവരാണ് പിടിയിലായത്. സമീർ സി മുഹമ്മദ് വിവരങ്ങളുമായി കോഴിക്കോട്ട് നിന്ന് ചേരുന്നുണ്ട്. സമീർ, വിവരങ്ങൾ എന്താണ് സമീർ? ഗുഡ് മോർണിംഗ് സ്മിത. ശ്രീജിത്ത്, കോഴിക്കോട് വീണ്ടും മയക്കുമരുന്ന് പിടികൂടിയിരിക്കുന്നു. കഴിഞ്ഞ 3 ദിവസങ്ങളായി തുടർച്ചയായി മയക്കുമരുന്ന് പിടികൂടിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ MDMAയുമായി 2 യുവാക്കൾ പിടിയിലായിരുന്നു. കൂടാതെ കഞ്ചാവുമായി 1 യുവാവും പിടിയിലായിരുന്നു. അതിന്റെ തുടർച്ചയായിക്കൊണ്ട് ഇന്ന് ഇപ്പോൾ മറ്റൊരു അറസ്റ്റ് കൂടി ഉണ്ടായിരിക്കുന്നു. കോഴിക്കോട് വയനാട് ദേശീയപാതയിൽ കുന്നമംഗലത്ത് വെച്ചുകൊണ്ടാണ് 2 അതിഥി തൊഴിലാളികൾ മയക്കുമരുന്നുമായി പിടിയിലായിരിക്കുന്നത്. കഞ്ചാവ് കടത്തുമായി ബന്ധപ്പെട്ടാണ് ഇവർ അറസ്റ്റിലായിരിക്കുന്നത്. ഉത്തർപ്രദേശ് സ്വദേശികളുള്ള ഫർക്കുന്ദ് അലി അതുപോലെ തന്നെ ജുബൈർ അഹമ്മദ് എന്നിവരെയാണ് എക്സൈസ് സംഘം കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത്. അവരുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇവർ നാട്ടിൽ പോയി തിരികെ എത്തുമ്പോൾ വലിയ രീതിയിൽ മയക്കുമരുന്ന് കൊണ്ടുവരുന്നു, കഞ്ചാവ് കൊണ്ടുവരുന്നു. അത് അതിഥി തൊഴിലാളികൾക്കും അതുപോലെ തന്നെ മലയാളികൾക്കും ഇടയിൽ വലിയ രീതിയിൽ വിൽപ്പന നടത്തുന്നുണ്ട് എന്ന വിവരമാണ് എക്സൈസ് സംഘത്തിന് ലഭിച്ചിട്ടുള്ളത്. ഇവർ സ്കൂട്ടറിലാണ് ഇത്തരത്തിൽ കഞ്ചാവ് കടത്തിയിരുന്നത്. ആ സ്കൂട്ടറും ഇപ്പോൾ എക്സൈസ് സംഘം കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ഈ പ്രതികളെ ഇന്ന് തന്നെ കോടതിയിൽ ഹാജരാക്കും. തുടർ നടപടികളുമായിട്ട് എക്സൈസ് സംഘം മുന്നോട്ട് പോകും എന്നാണ് അറിയിക്കുന്നത്. റിജിത്ത്, സ്മിത. കോഴിക്കോട് കുന്തമംഗലത്ത് വൻ കഞ്ചാവ് വേട്ട. സമീർ സി മുഹമ്മദാണ് വിവരങ്ങൾ നൽകിയത്. ഇനി ചില കായിക വാർത്തകൾ നോക്കാം, വളരെ വേഗത്തിൽ, ചുരുക്കത്തിൽ. ഫ്രഞ്ച് ഓപ്പൺ വനിതാ സിംഗിൾസിൽ അമേരിക്കൻ താരം കൊക്കോ ഗൌഫ് ഫൈനലിൽ. സെമിയിൽ ഇറ്റലിയുടെ ലൂയിസ് ബസണിനെ തോൽപ്പിച്ചു. കിരീട പോരാട്ടത്തിൽ ബെലാറൂസിന്റെ അരീന സബലെങ്കയെ നേരിടും. നോർവേ ചെസ് ചാമ്പ്യൻഷിപ്പിൽ കിരീട നേട്ടത്തിനരികെ ലോക ചാമ്പ്യൻ ഡി ഗുഗേഷ്. നിർണായക മത്സരത്തിൽ ചൈനയുടെ വൈ യിയെ പരാജയപ്പെടുത്തി. ചാമ്പ്യൻഷിപ്പിൽ 14.5 പോയിന്റോടെ ഗുഗേഷ് രണ്ടാമതെത്തി. ഇന്ത്യ ഇംഗ്ലണ്ട് ടെസ്റ്റ് പരമ്പരയുടെ പേര് മാറ്റും. ആൻഡേഴ്സൺ ടെൻഡുൽക്കർ ട്രോഫി എന്ന് പേരിടാൻ ECBയും BCCIയും തീരുമാനിച്ചെന്ന് റിപ്പോർട്ടുകൾ. 2007 മുതൽ പട്ടൌഡി ട്രോഫി എന്നാണ് 5 മത്സരങ്ങൾ ഉൾപ്പെടുന്ന ടെസ്റ്റ് പരമ്പര അറിയപ്പെടുന്നത്. ഇന്തോനേഷ്യ ഓപ്പൺ ബാഡ്മിന്റൺ പുരുഷ ഡബിൾസിൽ ഇന്ത്യയുടെ സാത്വിക് ചിരാഗ് സഖ്യം ക്വാർട്ടറിൽ. ഡെൻമാർക്കിന്റെ റാസ്മസ് ക്യാർ ഫെഡറിക് സഖ്യത്തെ 68 മിനിറ്റ് നീണ്ട പോരാട്ടത്തിലാണ് സഖ്യം വീഴ്ത്തിയത്. ക്വാർട്ടറിൽ മലേഷ്യയുടെ മൻവെയ് ചോങ് കായ്വിൻ ജോട്ടിയെ നേരിടും. ഇംഗ്ലണ്ട് ലയൺസിനെതിരായ 2ാം ടെസ്റ്റിൽ ഇന്ത്യ എക്കായി ഇന്ത്യൻ നായകൻ ശുഭ്മാൻ ഗിൽ കളിക്കില്ല. സായ് സുദർശനും 2ാം മത്സരത്തിനുണ്ടാകില്ല. കായിക വിശേഷങ്ങളിലേക്ക് തന്നെയാണ്. ലോകകപ്പ് യോഗ്യതാ മത്സരത്തിൽ ബ്രസീലിന് ഗോൾ രഹിത സമനില. ഇക്വഡോറിനോട് ജയിക്കാൻ കഴിഞ്ഞില്ല. അനിൽ വാസുദേവ് സ്പോർട്സ് ഡെസ്കിൽ നിന്ന് ചേരുന്നുണ്ട്. അനിൽ, പറയൂ വിവരങ്ങൾ. സ്മിത, ബ്രസീലിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു മത്സരം വളരെ പ്രധാനപ്പെട്ടതായിരുന്നു. കാരണം കാർലോ ആഞ്ചലോട്ടി പരിശീലകനായതിനു ശേഷമുള്ള അവരുടെ ആദ്യ മത്സരമാണ്. കഴിഞ്ഞ മത്സരത്തിൽ അർജന്റീനയോട് 4-1 തോറ്റ് അതോടുകൂടിയാണ് ഡോറിവാൾ ജൂനിയറെ പുറത്താക്കി കാർലോ ആഞ്ചലോട്ടിയെ പോലുള്ള വലിയൊരു ഇതിഹാസ പരിശീലകനെ അവർ അവരുടെ തന്ത്രങ്ങൾ കൊണ്ടുവരാനൊക്കെ തന്നെ കൊണ്ടുവന്നത്. പക്ഷെ അതൊട്ടും തന്നെ ആദ്യ മത്സരത്തിൽ വർക്കൗട്ട് ആയില്ല. ഇന്നത്തെ മത്സരത്തിൽ ഇക്വഡോറിനോട് ഗോൾ രഹിത സമനിലയാണ് വഴങ്ങിയത്. ധാരാളം ചാൻസസ് മത്സരത്തിലുടനീളം ബ്രസീൽ വഴങ്ങും. ഒപ്പം തന്നെ ടീമിന്റെ ഒരു ഒത്തുണക്കമില്ലായ്മ അത് വീണ്ടും കാണുന്നതാണ് കണ്ടത്. കാർലോ ആഞ്ചലോട്ടി വന്നതിന് ശേഷമുള്ള ആദ്യ മത്സരമാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ടീമിന്റെ ഒരു സെറ്റപ്പിലേക്കൊക്കെ ഇറങ്ങി വരാൻ ധാരാളം സമയമെടുക്കുക എന്ന കാര്യത്തിൽ സംശയമില്ല. പക്ഷെ എന്നിരുന്നാൽ പോലും വമ്പൻ താരങ്ങളുള്ള ബ്രസീലിന് വലിയ തിരിച്ചടിയാണ്. കാരണം ഇനി ലോകകപ്പ് യോഗ്യതാ റൗണ്ടിൽ 3 മത്സരങ്ങൾ കൂടിയാണ്
ശേഷിക്കുന്നത്. 4ാം സ്ഥാനത്താണ് നിലവിൽ ബ്രസീൽ ഉള്ളത്. ഓട്ടോമാറ്റിക്കലി ഒരു 6 ടീമുകൾക്ക് ലാറ്റിൻ അമേരിക്കൻ മേഖലയിൽ നിന്ന് യോഗ്യത കിട്ടുന്നതുകൊണ്ട് ബ്രസീലിന് യോഗ്യത കിട്ടിയേക്കാം. പക്ഷെ ബ്രസീലിനെ പോലൊരു ടീം ഇങ്ങനെ യോഗ്യത നേടിയാൽ മതിയോ എന്നൊരു ചോദ്യം ആരാധകർ തന്നെ ഉന്നയിക്കുന്നുണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും ബ്രസീലിന് ഇനി 3 മത്സരങ്ങൾ കൂടിയുണ്ട്. ആ 3 മത്സരങ്ങൾ കൂടി മികച്ച പ്രകടനത്തിലൂടെ ലോകകപ്പിന് ടിക്കറ്റ് എടുക്കാം. അതിലൂടെ എല്ലാ ലോകകപ്പുകളിലും കളിച്ച ഏക ടീമെന്ന തങ്ങളുടെ ആ റെക്കോർഡ് നിലനിർത്താൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ആഞ്ചലോട്ടിക്ക് പരിശീലകനായതിനു ശേഷമുള്ള ബ്രസീൽ ശേഷമുള്ള ആദ്യ മത്സരത്തിൽ നിരാശയോടുകൂടിയാണ് ഒരു തുടക്കം കിട്ടിയിരിക്കുന്നത്. അനിൽ വാസുദേവ് സ്പോർട്സ് ഡെസ്കിൽ നിന്ന് വിവരങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. ലോകകപ്പ് യോഗ്യതാ മത്സരത്തിൽ ബ്രസീലിന് ഗോൾ രഹിത സമനില. കാലിൽ തറച്ച കുപ്പിച്ചില്ലുകളെ കാര്യമാക്കാതെ വേദി നിറഞ്ഞാടി ഒന്നാമതെത്തിയ കൊല്ലം കറവൂർ സ്വദേശിനി ദേവപ്രിയയാണിപ്പോൾ നാട്ടിലെ താരം. കൊല്ലത്ത് നടന്ന കേരള യൂണിവേഴ്സിറ്റി കലോത്സവത്തിൽ ഭരതനാട്യ മത്സരത്തിനിടയിലാണ് ദേവപ്രിയയുടെ കാലിൽ പരിക്കേറ്റത്. ഇങ്ങനെ വേദി നിറഞ്ഞാടുന്നതിനിടെയാണ് കാലിലെന്തോ തറച്ചതായി ദേവപ്രിയയ്ക്ക് തോന്നിയത്. വേദന അസഹ്യമായപ്പോഴും താളവും ഭാവവും തെറ്റിയില്ല. മത്സരം പൂർത്തിയാക്കി പുറത്തിറങ്ങിയപ്പോൾ കാലിൽ ചില്ലുകൾ തറച്ചിരിക്കുന്നു. സ്റ്റേജിൽ പൊട്ടിവീണ ബൾബിന്റെ ബാക്കി ഭാഗങ്ങൾ. വേദന ഒട്ടും കാര്യമാക്കാത്ത ദേവപ്രിയയുടെ ആത്മസമർപ്പണത്തിന്റെ ഫലം 1ാം സ്ഥാനമായിരുന്നു. 2ാം ദിനം മോഹിനിയാട്ടത്തിലും കാലിലെ പരിക്ക് കാര്യമാക്കാതെ വേദിയിലെത്തിയ ദേവപ്രിയ മികച്ച പ്രകടനം കാഴ്ചവെച്ചു. ഭരതനാട്യം ഫസ്റ്റ് പ്രൈസ് ആണ് കിട്ടിയത്. അത് ഭയങ്കര ഒരു സന്തോഷമായിരുന്നു. കാരണം ഇത്രയും വേദന കളിച്ചപ്പം ആ ഒരു ടൈമിൽ നല്ലോണം പ്രസൻറ്റ് ചെയ്യണം, സാറിന് ഒരു അഭിമാനമാവണം, കളിച്ചില്ല എന്നാരും പറയരുത്, ആ ഒരു മൈൻഡ് മാത്രമേ ഉള്ളായിരുന്നു. അപ്പം എൻ്റെ മാക്സിമം ഞാൻ കളിച്ചു. ഇപ്പോൾ റിസൾട്ട് അറിഞ്ഞപ്പോൾ വളരെ സന്തോഷമുണ്ടായിരുന്നു ഫസ്റ്റ് കിട്ടിയോണ്ട്. ഓർമ്മ വെച്ച നാൾ മുതൽ ശാസ്ത്രീയ നൃത്തം അഭ്യസിക്കുന്ന ദേവപ്രിയ നേടിയത് നിരവധി അംഗീകാരങ്ങൾ. തൃശ്ശൂർ വെച്ച് നടത്തിയ കുണ്ടലിനി അതിനെനിക്ക് ഗിന്നസ് റെക്കോർഡ് കിട്ടിയിട്ടുണ്ട്. യൂണിവേഴ്സിറ്റി കലോത്സവങ്ങളിൽ 1ും 3ും ഒക്കെ കിട്ടി. സ്കൂൾ കലോത്സവത്തിൽ ജില്ലാതലം വരെ പോയിട്ടുണ്ട്. 10ാം ക്ലാസ് വെച്ച് കുച്ചിപ്പുടിക്ക് 2nd കിട്ടിയിട്ടുണ്ട്. പഠനത്തിലും ഒട്ടും പിന്നിലല്ല. ബികോം 10ാം റാങ്കുകാരി. ഇപ്പോൾ കൊല്ലം TKM ആർട്സ് ആൻഡ് സയൻസ് കോളേജിലെ MCOM വിദ്യാർത്ഥിനി. പ്രശസ്ത നർത്തകൻ RLV രതീഷിന്റെ ശിഷ്യയാണ് ദേവപ്രിയ. കൊട്ടാരക്കര. നോക്കാം ഇനി പ്രധാന അറിയിപ്പുകൾ. കൊല്ലം കടപ്പാക്കട സ്പോർട്സ് ക്ലബ്ബിൽ ഇന്ന് സൗജന്യ നേത്ര പരിശോധനയും തിമിര ശസ്ത്രക്രിയ മെഗാ ക്യാമ്പും സംഘടിപ്പിക്കും. ലയൺസ് ക്ലബ്ബ് കൊയലോൺ സെൻട്രലും കാരക്കോണം മെഡിക്കൽ കോളേജും സംയുക്തമായാണ് ക്യാമ്പ് സംഘടിപ്പിക്കുന്നത്. എറണാകുളം അയ്യമ്പുഴ കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ നവീകരിച്ച ലാബിന്റെ ഉദ്ഘാടനം ഇന്ന്. പഞ്ചായത്ത് പ്രസിഡന്റ് PU ജോമോൻ ഉദ്ഘാടനം ചെയ്യും. ഇടുക്കി കക്കാട്ടുകട അഞ്ചുരുളി റോഡിൽ ഗതാഗത നിരോധനം. ഇന്നു മുതൽ 16 ദിവസത്തേക്കാണ് നിരോധനം. റോഡ് അടച്ചത് അറ്റകുറ്റപ്പണി കാരണം. ആലപ്പുഴ പുള്ളിക്കണക്ക് ഗവൺമെന്റ് LP സ്കൂളിൽ അറബി അധ്യാപക ഒഴിവ്. അഭിമുഖം ഇന്ന് രാവിലെ 11 മണിക്ക് നടക്കും. പറവൂർ ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിർമ്മിച്ച 1ാം നില കെട്ടിടത്തിന്റെ ഉദ്ഘാടനം ഇന്ന് ഉച്ചയ്ക്ക് 2:30 പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഉദ്ഘാടനം ചെയ്യും. സംഘർഷമുണ്ടായ കണ്ണൂർ മലപ്പട്ടത്ത് ഇന്ന് കോൺഗ്രസ് ഗാന്ധി സ്തൂപം സ്ഥാപിക്കും. DCCയുടെ നേതൃത്വത്തിൽ പദയാത്രയായി എത്തിയായിരിക്കും ഗാന്ധി സ്തൂപം സ്ഥാപിക്കുക. KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ്, PC വിഷ്ണുനാഥ്, ഷാഫി പറമ്പിൽ, രാഹുൽ മാങ്കൂട്ടത്തിൽ എന്നിവർ പരിപാടിയിൽ പങ്കെടുക്കും. നേരത്തെ അടുവാപ്പുറത്ത് കോൺഗ്രസ് സ്ഥാപിച്ചിരുന്ന ഗാന്ധി ചിത്രമുള്ള സ്തൂപം CPIM പ്രവർത്തകർ തകർത്തിരുന്നു. ഇതിന് പകരമായാണ് മലപ്പട്ടം സെന്ററിൽ കോൺഗ്രസ് സ്തൂപം സ്ഥാപിക്കുന്നത്. സംഘർഷ സാഹചര്യം കണക്കിലെടുത്ത് കനത്ത പോലീസ് സുരക്ഷയിലായിരിക്കും പരിപാടി നടക്കുക. എറണാകുളം അങ്കമാലി അതിരൂപതയിലെ കുർബാന തർക്കമടക്കമുള്ള വിഷയങ്ങളിൽ ചർച്ചകൾ തുടരാൻ തീരുമാനം. ചർച്ചകൾ തുടരുമെന്ന് വൈദികരുടെ യോഗത്തിന് ശേഷം വൈദിക സമിതി സെക്രട്ടറി കുര്യാക്കോസ് മുണ്ടാടൻ അറിയിച്ചു. യോഗത്തിൽ ചർച്ച ചെയ്ത പ്രശ്നങ്ങളും അവയ്ക്കുള്ള പരിഹാരങ്ങളും വീണ്ടും വൈദിക സമിതി യോഗം വിളിച്ചുകൂട്ടി ചർച്ച ചെയ്യും. അതിരൂപതയിലെ എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരം ജൂലൈ 3 മുൻപുണ്ടാകുമെന്ന് അതിരൂപത അറിയിച്ചു. കുരിയ മാറ്റം അടക്കമുള്ള കാര്യങ്ങളിലേക്ക് ഉടൻ കടക്കുമെന്നും സൂചനയുണ്ട്.
രാജ്ഭവനിലെ പരിസ്ഥിതി ദിനാഘോഷ പരിപാടിയുമായി ബന്ധപ്പെട്ട് ഗവർണറുടെ വിമർശനത്തിന് മറുപടിയുമായി മന്ത്രി പി പ്രസാദ്. ഭാരതാംബയുടെ മുന്നിൽ കുമ്പിട്ടു നിൽക്കാൻ സർക്കാർ എത്തുമെന്നത് ഗവർണറുടെ വ്യാമോഹമാണ്. സംഘപരിവാർ അജണ്ടയാണ് ഗവർണർ നടപ്പാക്കാൻ ശ്രമിച്ചത്. RSS ചിത്രം സർക്കാർ പരിപാടിയുടെ ഭാഗമാക്കണമെന്ന് പറഞ്ഞാൽ അത് അംഗീകരിക്കാൻ കഴിയില്ല എന്നും മന്ത്രി പി പ്രസാദ് പറഞ്ഞു. ആ ചിത്രം RSS ഉപയോഗിക്കുന്ന ചിത്രമാണ്. ദേശീയ പതാക ഇല്ലാത്തൊരു ഭാരതാംബ RSSന്റെ ചിത്രമാണ്. RSS ചിത്രത്തിന് മുമ്പിൽ കുമ്പിട്ട് ആരാധിക്കാൻ ഞങ്ങളെ കിട്ടുമെന്നുള്ളത് ഗവർണറുടെ തെറ്റിദ്ധാരണയും വ്യാമോഹവും മാത്രമാണ്. ചൂണ്ടിക്കാണിച്ചപ്പോഴും അത് മാറ്റുകയില്ല എന്ന് അദ്ദേഹം നിലപാടെടുക്കുമ്പോൾ അദ്ദേഹം അറിയാതെ അല്ലല്ലോ, അദ്ദേഹം അറിഞ്ഞുകൊണ്ട് തന്നെയാണെന്നാണ് ഇപ്പോൾ മനസ്സിലാക്കേണ്ടുന്നത്. ഇവിടെ പ്രശ്നം RSS ചിത്രം ഭാരതാംബ എന്ന പേരിൽ ഒളിച്ചു കടത്താൻ ശ്രമിക്കുന്നു, സ്ഥാപിക്കാൻ ശ്രമിക്കുന്നു. അത് കേരള ഗവൺമെൻറ് അംഗീകരിക്കുകയില്ല, കേരളം അംഗീകരിക്കില്ല. മനീഷ് മഹിപാൽ ചേരുകയാണ് തിരുവനന്തപുരത്തു നിന്ന് വിവരങ്ങളുമായി. മനീഷ്, ഇപ്പോൾ ഇന്നലെ മന്ത്രി പറഞ്ഞ നിലപാട്, തന്റെ നിലപാട് അതിൽ ഉറച്ചു നിൽക്കുകയാണെന്ന് ഇന്നും വ്യക്തമാക്കുന്നു. കാരണം ഇന്നലെ പറഞ്ഞിരുന്നു രാജ്ഭവനിൽ ഇക്കാര്യം, രാജ്ഭവൻ അത് ഇനിയും ഇത് തന്നെ തുടരും, ഈ ചിത്രം തന്നെ ഇനി അങ്ങോട്ട് തുടരുമെന്നുള്ള കാര്യം രാജ്ഭവനും വ്യക്തമാക്കിയിരുന്നു. പക്ഷേ നിലപാടിൽ നിന്ന് പിന്മാറാൻ ഒരുക്കമല്ല മന്ത്രി. നേരത്തെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനുമായി ഉണ്ടായിരുന്ന രാഷ്ട്രീയ വിഷയങ്ങൾ ഒപ്പമുണ്ട്. അവർ തമ്മിലുണ്ടാക്കി സർക്കാരും രാജ്ഭവൻ അല്ലെങ്കിൽ ഗവർണർമാരുണ്ടായിരുന്ന വലിയ ബന്ധത്തിലെ ഉലച്ചിൽ, അത് പുതിയ ഗവർണറുമായി ബന്ധപ്പെട്ട് വേണ്ട എന്നുള്ള തീരുമാനമുണ്ടായിരുന്നു. സർക്കാരിൻ്റെ അവസാന വർഷമായതുകൊണ്ട് തന്നെ ഗവർണറുമായി ഉള്ള ബന്ധത്തിൽ ഒരു തരത്തിലുമുള്ള പോറലും ഉണ്ടാകാൻ പാടില്ലെന്ന നിലപാട് സർക്കാരിന് ആദ്യഘട്ടത്തിൽ തന്നെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മളൊക്കെ ഇതിനു മുൻപ് കാണാത്ത തരത്തിൽ രാജ്ഭവനിൽ തന്നെ മുഖ്യമന്ത്രി ഇതിനിടെ 5 തവണ എത്തിയാണ് ഗവർണറെ സന്ദർശിച്ചത്. ഒപ്പം തന്നെ ഗവർണർ ഡൽഹിയിൽ ക്ലിഫ് ഹൗസിലെത്തി പിറന്നാൾ ദിവസം മുഖ്യമന്ത്രിയെ നേരിട്ട് സന്ദർശിക്കുന്ന സംഭവങ്ങളും സാധാരണഗതിയിൽ അല്ലാത്ത രീതിയിലൊക്കെ തന്നെ സംഭവിച്ചു. അതുകൊണ്ട് തന്നെ ഈ രീതിയിൽ ഗവർണർ രാജ്ഭവനിൽ നിന്നും ഗവർണറുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ഈ സമീപനത്തിനെ എങ്ങനെ സമീപിക്കണം എന്നുള്ളൊരു ആശയക്കുഴപ്പം മുന്നണിക്കകത്ത് തന്നെയുണ്ട്. കാരണം മുഖ്യമന്ത്രി ആദ്യം മുതൽ തന്നെ ഗവർണറുമായി ഉണ്ടായിരുന്ന ബന്ധത്തിൽ ഒരു ഉലച്ചിലുണ്ടാകാൻ പാടില്ലെന്ന നിർബന്ധ ബുദ്ധിയുണ്ട്. എങ്കിൽ കൂടി അദ്ദേഹം പല വിഷയങ്ങളിലും ഇതുവരെയും പ്രതികരിച്ചിട്ടില്ല. നേരത്തെ രാജ്ഭവനിലെത്തി RSS സൈദ്ധാന്തികൻ നടത്തിയ ഒരു പ്രസംഗം, രാഷ്ട്രീയ പ്രസംഗത്തിൽ മുഖ്യമന്ത്രി മറുപടി നൽകിയെങ്കിലും രാജ്ഭവനെ ഇത് സംബന്ധിച്ചുള്ള പ്രതിഷേധം അറിയിച്ചില്ല എന്നുള്ളത് ഏറെ ശ്രദ്ധേയമായ കാര്യമാണ്. നിലവിൽ ഇപ്പോൾ CPI തന്നെയാണ് നിലപാട് ഉറച്ചു നിൽക്കുന്നത്. ഇന്നലെ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നില്ല എന്ന് മുഖ്യമന്ത്രിയോട് ഈ വിഷയം അറിയിക്കുകയും ഈ രാജ്ഭവനിലെ പരിപാടിയിൽ അത് RSSന്റെ ഭാരതാംബയാണ്, ഭൂപടമടക്കം രാജ്യത്തിൻ്റെ ഭൂപടമടക്കം വേറെയാണ്, അവിടെ കാവിക്കൊടിയുണ്ടെന്ന് അടക്കമുള്ള കാര്യങ്ങൾ പാർട്ടി ഘടകത്തോട് സംസാരിച്ചപ്പോൾ CPI ആ പരിപാടിയിൽ പങ്കെടുക്കേണ്ടതില്ല എന്ന നിലപാട് അതിൻ്റെ തലേ ദിവസം ബുധനാഴ്ച തന്നെ സ്വീകരിച്ചിരുന്നു. മുഖ്യമന്ത്രി അങ്ങനെയാണ് നിങ്ങളുടെ തീരുമാനമെങ്കിൽ പോകേണ്ട എന്ന നിലപാട് നിങ്ങൾ സ്വീകരിച്ചു കൊള്ളൂ എന്ന് മുഖ്യമന്ത്രിയും അതിനോട് പ്രതികരിച്ചിട്ടുണ്ട്. കഴിഞ്ഞ മാസം 26-ാം തീയതിയാണ് കൃഷി വകുപ്പ് ഇത്തരത്തിലുള്ള പരിപാടി സംഘടിപ്പിക്കാൻ വേണ്ടി രാജ്ഭവനോട് അനുമതി നേടിയത്. ആദ്യം നൽകിയ നോട്ടീസിൽ ഭാരതാംബയോ കാവിക്കൊടിയോ സംബന്ധിക്കുന്ന ഒരു വിവരങ്ങളും ഇല്ലായിരുന്നു. പക്ഷേ ഈ പരിപാടിയുടെ തലേന്ന് രാത്രി 7 മണിക്കാണ് പുതുക്കിയ നോട്ടീസ് നൽകുന്നതും അതിൽ ഭാരതാംബയുണ്ടെന്നും ഒപ്പം തന്നെ അതിൽ കാവിക്കൊടി ഉണ്ടെന്നും ഭാരതാംബയെ വിളക്ക് കൊളുത്തി പൂജിക്കണം, ആരാധിക്കണം എന്ന തരത്തിലുള്ള പുഷ്പാർച്ചന നടത്തുന്ന അടക്കമുള്ള വിശദാംശങ്ങൾ ഉണ്ടായിരുന്നത്. പക്ഷേ ഇത് നേരത്തെ തന്നെ കൃഷി വകുപ്പിലെ ഉദ്യോഗസ്ഥർ അവിടെ എത്തി സന്ദർശിച്ചപ്പോൾ മനസ്സിലാവുകയും അത് മാറ്റണമെന്ന് ആവശ്യപ്പെട്ടെങ്കിലും ഗവർണർ അതിന് സമ്മതിച്ചില്ല. നിലവിൽ പരിപാടിയിൽ നിന്ന് 2 മന്ത്രിമാർ, മന്ത്രി വി ശിവൻകുട്ടിയും മന്ത്രി പി പ്രസാദും മാറി നിന്നെങ്കിലും പരിപാടി അവിടെ തന്നെ ഗവർണർ സംഘടിപ്പിക്കുകയും വൈകിട്ട് പത്രക്കുറിപ്പിറക്കി മന്ത്രിമാരെ വിമർശിക്കുകയും ചെയ്തു. രാജ്യത്തിൻ്റെ ബിംബമാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ, ഇതിനെ എന്തിനെതിർക്കുന്നു, എന്തിനു വേണ്ടിയിട്ടാണ് മന്ത്രിമാർ വിട്ടുനിന്ന് അടക്കമുള്ള വിമർശനം ഉന്നയിക്കുന്നു. ആ വിമർശനത്തിന് അതേ നാണയത്തിൽ തന്നെ മറുപടി പറയുകയാണ്, ഗവർണർ വേണമെങ്കിൽ കുമ്പിട്ട് നിന്നോട്ടെ, ആരാധിച്ചോട്ടെ RSS ബിംബത്തിന്റെ മുന്നിൽ. സർക്കാരിന്റെ നിലപാടിൽ യാതൊരു മാറ്റവുമില്ല. മന്ത്രി പി പ്രസാദ് അത് വ്യക്തമാക്കുന്നു. ഇന്നലെ മന്ത്രിമാരുടെ സമീപനത്തെ ചോദ്യം ചെയ്ത് ഗവർണർ നടത്തിയ പ്രതികരണമൊക്കെ നമുക്ക് മുമ്പിലുണ്ട്. രാജ്ഭവനും ഈ വിഷയത്തിൽ വിട്ടുവീഴ്ചയില്ലാത്ത സമീപനം സ്വീകരിക്കാൻ പോകുന്നു എന്നാണ് റിപ്പോർട്ട്. തുടർന്നുള്ള പരിപാടികളിലും ഇതേ ചിത്രം തന്നെ ഉപയോഗിക്കും എന്നുള്ളൊരു നിലപാട് രാജ്ഭവൻ ഈ ഘട്ടത്തിൽ വെച്ച് പുലർത്തുന്നുണ്ട്. അങ്ങനെയെങ്കിൽ മുമ്പ് നമ്മൾ കണ്ടതുപോലെ ഒരിടവേളയ്ക്ക് ശേഷം കാര്യങ്ങളൊക്കെ ഒരു അനുനയത്തിൻ്റെ രീതിയിലായിരുന്നു പോരുന്നതെങ്കിൽ വീണ്ടും രാജ്ഭവനും സർക്കാരും തമ്മിലുള്ളൊരു കൊമ്പ് കോർക്കലിലേക്ക് സജീവമായി കാര്യങ്ങൾ നീങ്ങും എന്നാണോ മനസ്സിലാക്കേണ്ടത് മനീഷ്? ശ്രീജിത്ത്, ആ രീതിയിൽ ഒരു രാഷ്ട്രീയ വിഷയം, അതായത് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് അടക്കം മുന്നിൽ നിൽക്കുന്ന ഘട്ടത്തിൽ ഒരു RSS ബിംബം അല്ലെങ്കിൽ RSS ചിത്രത്തിന് മുൻപിൽ നിന്ന് ഒരു CPI മന്ത്രി നടത്തുന്ന പരിപാടി അത് രാഷ്ട്രീയ ആയുധമാക്കും
എന്നുള്ളൊരു വിലയിരുത്തൽ നേരത്തെ തന്നെ പാർട്ടിക്കും CPIക്കും CPIഎമ്മിനും ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഈ പാർട്ടിയിൽ നിന്നും ഉറച്ചു നിന്ന് ഈ പരിപാടിയിൽ നിന്നും എന്താണെങ്കിലും വിട്ടു നിൽക്കണമെന്ന ഉറച്ച നിലപാട് CPIയും CPIഎമ്മും തന്നെ നേരത്തെ തന്നെ മുൻകൂട്ടി അക്കാര്യത്തിൽ നിശ്ചയിച്ചത്. ഒപ്പം തന്നെ ഉറച്ച നിലപാട് നിൽക്കുകയാണെങ്കിൽ ഇനിയാണെങ്കിൽ ഈ രാജ്ഭവനിലെ ഓഡിറ്റോറിയത്തിലെ പരിപാടിയിൽ പങ്കെടുക്കണമോ എന്നടക്കമുള്ള കാര്യങ്ങളിലടക്കം തീരുമാനം ഉണ്ടാക്കേണ്ടതുണ്ട്. എന്താണെങ്കിൽ രാജ്ഭവനെ പൂർണ്ണമായും ബഹിഷ്കരിക്കുന്ന കാര്യത്തിൽ ഒന്നും തീരുമാനമായിട്ടില്ല. പക്ഷേ നിലപാടിൽ കൃത്യമായ നിലപാടുകളൊക്കെ തന്നെ ഏത് ഘട്ടത്തിലും സ്വീകരിക്കുമെന്ന് നിലവിൽ കൃഷി വകുപ്പ് മന്ത്രി P. പ്രസാദ് അറിയിക്കുന്നുണ്ട്. ഈ ഗവർണറുടെ ഭാഗത്തുനിന്നുണ്ടായ ഇത്തരത്തിലുള്ള സമീപനം അതൊരു വലിയ രാഷ്ട്രീയ ഗൂഢാലോചന. തിരുവനന്തപുരത്ത് നിന്ന് ഈ വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത കൂടി വരുന്നുണ്ട്. കാക്കനാട് ജയിലിലെ റീൽസ് ചിത്രീകരണത്തിൽ പോലീസിൽ പരാതി നൽകി ജയിൽ സൂപ്രണ്ട്. അനുമതിയില്ലാതെ ജയിലിനുള്ളിലെ ദൃശ്യങ്ങൾ പകർത്തിയവർക്കെതിരെ കേസെടുക്കണമെന്നാവശ്യപ്പെട്ടാണ് പരാതി. ജയിൽ അധികൃതർക്ക് വീഴ്ച പറ്റിയെന്നാണ് സ്പെഷ്യൽ ബ്രാഞ്ചിന്റെ റിപ്പോർട്ടിൽ പറയുന്നത്. ഇതിന് പിന്നാലെയാണ് പരാതി നൽകിയിരിക്കുന്നത്. ശ്യാംകുമാർ വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് ചേരുന്നുണ്ട്. ശ്യാം, ഈ ദൃശ്യങ്ങൾ വലിയ രീതിയിൽ ചർച്ചയായിട്ടുള്ളതാണ്. അതിന് പിന്നാലെ പരാതി എത്തുന്നു, നടപടി വേണം എന്നുള്ള ആവശ്യം മുന്നോട്ട് വെക്കുന്നത്. എന്താണ് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഒടുവിലായി സംഭവിക്കുന്നത്? ശ്യാം. റിജിത്ത്, ഇന്നലെയാണ് കാക്കനാട് ജില്ലാ ജയിൽ സൂപ്രണ്ട് ഇൻഫോ പാർക്ക് പോലീസിൽ പരാതി നൽകിയത്. ആ പരാതിയിൽ പറഞ്ഞിരിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം ജയിലിനുള്ളിലെ ദൃശ്യങ്ങൾ അനുമതിയില്ലാതെ ചിത്രീകരിച്ച് പുറത്ത് ഉപയോഗിച്ചു, അത് റീൽസിനായി ഉപയോഗിച്ചു. ഈ വിഷയത്തിൽ ഈ റീൽസ് ചിത്രീകരിച്ചവർക്കെതിരായിട്ട് നടപടി വേണം എന്നുള്ളതാണ് ആവശ്യം. അതായത് ജയിലിനുള്ളിലെ ദൃശ്യങ്ങൾ ചിത്രീകരിച്ചവർക്കെതിരെ നടപടി വേണമെന്നുള്ളതാണ് ആവശ്യം. പ്രാഥമിക അന്വേഷണത്തിൽ അത് വിരമിച്ച ജയിൽ ഉദ്യോഗസ്ഥന്റെ ഒരു അടുത്ത ബന്ധുവാണ് ഈ റീൽസ് ചിത്രീകരിച്ചത് എന്നുള്ള വിവരം കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും ജയിലിനുള്ളിലെ വീഡിയോ ഉപയോഗം, ഫോണിന്റെ ഉപയോഗം, അത് ജാമ്യം ലഭിക്കാത്ത കുറ്റമാണ്. ഇൻഫോ പാർക്ക് പോലീസ് ഇതിൽ ആരെയൊക്കെ പ്രതികളാക്കി കേസെടുക്കുമെന്ന് അറിയേണ്ട കാര്യമുണ്ട്. നേരത്തെ ഇതിൽ 3 പേർ, 2 പേർ അത് ക്രിമിനൽ പശ്ചാത്തലമുള്ള ആളുകൾ ജയിലിലെത്തിയത് വിവാദമായിരുന്നു. ഇതിൽ ജയിൽ വകുപ്പ് അന്വേഷണം നടത്തുന്നതിനിടെയാണ് ഇപ്പോൾ കാക്കനാട് ജയിലിലെ റീൽസ് ചിത്രീകരണവുമായി ബന്ധപ്പെട്ട് പോലീസിലേക്ക് പരാതി എത്തുകയാണ്. തുടർന്ന് അന്വേഷണം വേണം എന്നുള്ള ആവശ്യം മുന്നോട്ട് വെച്ചിരിക്കുകയാണ് ജയിൽ സൂപ്രണ്ട്. ഈ റിപ്പോർട്ടോടുകൂടി മോർണിംഗ് ന്യൂസിന്റെ സമയം പൂർത്തിയാവുകയാണ്.